അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനനായ അയ്യൂബ് മൗലവിക്ക് ഒരു മറുപടിയൊക്കെ ചെയ്യാൻ തയ്യാറെടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പോൾ അതേ വ്യക്തിയുമായി ഒരു നേരിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ ഇസ്ലാം വിമർശന രംഗത്ത് അത്രയേറെ പ്രസിദ്ധനായിട്ടുള്ള ഒരുപാട് ഇസ്ലാം വിമർശന രചനകളും അതുപോലെ തന്നെ സംസാരങ്ങളും എല്ലാം നടത്തിയിട്ടുള്ള അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാന്യനായ അയ്യൂബ് മൗലവി. ഇന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും അത്തരം രംഗങ്ങളിലെല്ലാം സജീവമാണ്. അപ്പോൾ ഏതായാലും അയ്യൂബ് മൗലവിയെ നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പൊതുവെ ചോദിക്കുന്നത് പോലെ തന്നെ, എങ്ങനെയാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ജനിച്ച് അറിയപ്പെടുന്ന ഒരു മതവിമർശകനായി മാറുന്ന ആ ഒരു ട്രാൻസിഷൻ ജേണിയെ എങ്ങനെയാണ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, എന്നാലും ഓർക്കാവുന്നത് തന്നെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു കാരണം പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ പഠിച്ചു വളർന്നതൊക്കെ സാധാരണ പള്ളി ദർസ് എന്നറിയപ്പെടുന്ന മതപഠനശാലയിലാണ് പഠിച്ചത്. പിന്നീട് ആ പഠനങ്ങളിൽ തന്നെ വന്ന് പുറത്തോട്ട് വന്നപ്പോൾ എന്തോ എൻ്റെ കൂടെ പഠിച്ചവരാരും ചെയ്യാതെ ഞാൻ അന്നത്തെ മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങളിൽ പലതും എത്തിപ്പെട്ടു. അവസാനം ഖുർആന്റെ മാത്രം വാദമായ ചേകനൂർ മൗലവിന്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ അംഗമായി. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ യുക്തിവാദത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. എങ്ങനെ ചേകനൂർ മൗലവിൻ്റെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്ന് വെച്ചാൽ, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹദീസാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അന്ന് എനിക്കുണ്ടായിരുന്നു. അത് ഇന്ന് തെറ്റിദ്ധാരണയാണെങ്കിലും അന്ന് അതൊരു ഉറച്ചൊരു ബോധ്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് പോകെ അത് ചേകന്നൂർ മൗലവിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അത് തീർത്തും ഒരു യുക്തിവാദ ലൈനാണ് അതിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നല്ല നമുക്ക് പറ്റിയൊരു അവസരമാണുള്ളത്. ധാരാളം പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ ഒരു അവസരമുണ്ട്. കാരണം മറ്റുള്ളവർ അവിടെ അക്കാലത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്കും ആ ചാൻസ് ഉണ്ട് ധാരാളം അവിടെ. അങ്ങനെയാണ് അതിൽ എത്തിപ്പെട്ടത്. അപ്പോൾ ഈ ഇപ്പോൾ മതവിമർശനങ്ങളിലാണെങ്കിലും ഇപ്പം നമുക്ക് ഇസ്ലാം വിമർശന രംഗത്താണ് കാര്യമായിട്ട് ഉണ്ടായിരുന്നത്. ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഒരുപാട് മതവിമർശകരുണ്ട് കേരളത്തിൽ തന്നെ. പക്ഷേ അയ്യൂബ് മൗലവിയുടെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മളൊരു എതിരാളി എന്നുള്ള രൂപത്തിൽ നോക്കി കാണുമ്പോൾ പോലും കുറച്ചുകൂടി വ്യത്യസ്തമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടി കിതാബുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടൊക്കെയുള്ള വിമർശനങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പഠിച്ച് എങ്ങനെ ഇതിനെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കിതാബുകളൊക്കെ പഠിച്ചിട്ട് അതിനെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്? അറിവും ഇപ്പൊ കിതാബ് കോതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, കുറെ ഇൽമുണ്ടായി എന്നതും ഈമാൻ എന്നുള്ളത് രണ്ടാണ്. ധാരാളം മതപണ്ഡിതന്മാർ മതം പഠിച്ച് അത് വളരെ കൃത്യമായി അതിൻ്റെ ഉസൂലൊക്കെ പഠിച്ച ആളുകളും പലതായിട്ട് പേച്ചു പോയ ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട്. അങ്ങനെയാണ് മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ എന്തിനേറെ ചേകന്നൂർ മൗലവി പോലും നന്നായി കിതാബ് പഠിച്ചവരാണ്. അപ്പോൾ പഠിച്ചവരെ പേച്ചു പോവുള്ളൂ, പഠിക്കാത്തവരെ സംബന്ധിച്ച് പേച്ചു പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗോപാലൻ നായർ തെങ്ങുമെന്ന് വീണിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗോപാലൻ നായർ തെങ്ങുമ്മ കയറിലില്ല എന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ പിന്നെ അതെന്താ വെച്ചാൽ, അറിവല്ല ഈമാൻ. ഈമാന് വേറെ, അറിവ് വേറെയാണ്. അറിവിൻ്റെ കൂടെ നമുക്ക് ഈമാനും കൂടി ഉണ്ടാവണം. അത് അള്ളാഹു നൽകുന്ന ഒരു വെളിച്ചമാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്ര അറിവുള്ള ആളുകളും പ്രാർത്ഥിക്കുന്നത്, പഠിച്ചോനെ എന്നെ നേരായ വഴിയിൽ ഓർപ്പിച്ചണേ, നേരായ വഴി തരണേ, പഠിച്ച ഇൽമു ഉപകാരപ്രദമുള്ള ഇൽമു നൽകണേ എന്നാണ് നബി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അത് ഇന്ന് നമുക്കത് ബോധ്യമാകുകയാണ്. അറിവല്ല വേണ്ടത്, അത് ഉപകാരപ്രദമായ അറിവ് വേണമെന്നാണ്. അപ്പോൾ അറിവും ഈമാനുമായിട്ട് അന്തരമുണ്ട് എന്നതും. രണ്ട്, നമ്മൾ അന്നിങ്ങനെ മതവിമർശന രംഗത്തേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ സ്ട്രോങ് ആയി വിമർശനം വന്നത് നമ്മുടെ അന്നത്തെ സാഹചര്യമാണ്. ഇപ്പോൾ മതം വിട്ട ഒരാൾ നാട്ടിലേക്ക് വരുമ്പോൾ, ഇന്നലെ വരെ നമ്മളോട് കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് മതം വിമർശന രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ ഒക്കെ നമുക്ക് എതിര് വരും. അപ്പം നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മളൊരാൾ ടീമിനെ നമ്മൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും, അവരെ കൂടെ നിൽക്കും. പിന്നെ നമ്മൾ വിമർശന രംഗത്തേക്ക് നിൽക്കുമ്പോൾ നന്നായി പഠിച്ച് വിമർശിക്കണം. അപ്പം നമ്മൾ വിമർശനം പഠിക്കേണ്ടി വരും. ഒരാൾ യുക്തിവാദി ആയ ഉടനെ തന്നെ അയാൾക്ക് ഇതൊന്നും അറിയില്ല, സ്വാഭാവികമാണ്. എന്തായാലും ഇത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം അത്രേ ഉണ്ടാവുള്ളൂ. അത് കൂടുതലും കൃത്യമായി പഠിച്ചു വരുന്നത് പിന്നെയാണ്. ഏത് മതം വിട്ട ഒരാളെ തുടക്കത്തിൽ തന്നെ
അതെനിക്ക് തോന്നുന്നു കൃത്യമായി അവരെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ അപ്പം അന്ന് എന്നെ ഒരു 20 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പാണെങ്കിൽ ആ വർഷങ്ങളിൽ നമ്മളിങ്ങനെയൊക്കെ വിമർശനാത്മകമായി വരുമ്പോൾ എന്നെ ഗുണകാംക്ഷപരമായി എന്നെ വീട്ടിൽ വന്ന് കാണുകയും അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുകയും എന്നെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരികയും അത് തിരുത്താൻ അവസരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇത്രത്തോളം വിമർശന രംഗത്ത് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഓരോരുത്തരുള്ളത്. അവരറിയാതെ അതിൽ പഠിച്ചു പോവാണ്. യുക്തിവാദത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇസ്ലാം മത വിമർശനങ്ങൾ, ഇപ്പോൾ ഒരു മുഹമ്മദ് ഒരു എക്സ്ട്രാ പരിശോധന, മുഹമ്മദ് ഒരു മറന്നിക്കിയപ്പോൾ ഇങ്ങനെ ഒരു പിടി പുസ്തകങ്ങൾ നമുക്ക് നൽകും, നമ്മളത് പഠിക്കും, നമുക്ക് അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. അപ്പം നമ്മൾ ആംഗിളിലായിരിക്കും. അപ്പം ഇവിടെ നമ്മളെന്താന്ന് വെച്ചാൽ പിന്നെ 1-2 പ്രസംഗം കഴിയുമ്പോൾ നമ്മൾക്ക് വരുമ്പോൾ സദസ്സിൽ വരുമ്പോൾ കൈ തരാനും നമ്മൾ സ്വീകരിക്കാനും ഒക്കെ ആളുണ്ടാവുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളൊരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു അധികാരം ഉള്ളിലുണ്ടല്ലോ, എന്നെ നാലാൾ അറിയണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത അത് സ്വാഭാവികമായി നമ്മളിൽ ഉണർന്നു വരും. അപ്പോൾ അത് അന്ന് ചെയ്യേണ്ടിയിരുന്നത്, എനിക്കിപ്പോൾ തോന്നുക നമ്മളിൽ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ കാണണ്ട, നിങ്ങൾ മൊബൈൽ പിന്നെ നോക്കിയിട്ട് ഇവരത് കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കേട്ടു പോകും, എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വിമർശന രംഗത്തേക്ക് പോയാൽ ആ വിമർശനം അവൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ചിലപ്പോൾ വളരെ നിസ്സാര കാര്യമായിരിക്കും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതിൻ്റെ അപ്പുറം ചോദിച്ചാൽ തന്നെ തീരാവുന്ന കേസേ ഉള്ളൂ. അത് ഗുണകാംക്ഷപരമായി ഇടപെടേണ്ടതാണ്. ഒറ്റടിക്ക് അന്നെ ഞാൻ കാല് വെട്ടും, അന്നെ ഇങ്ങോട്ട് കിടക്കാനായിക്കൂല, അങ്ങനെ ഒച്ചയും പുള്ളി ഉണ്ടാക്കാതിരുന്നാൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ടല്ല. അപ്പോൾ നമ്മൾ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ പിന്നെ മരിച്ച വീടുകളിൽ മതം ജീവിതത്തിൻ്റെ സകല മേഖലയിലും ഇടപെടുന്നൊരു സംഗതിയാണ്. മറ്റു മതവിഭാഗം പോലെയല്ല ഇസ്ലാമിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മേഖലയിലൊക്കെ ഒരാൾ ഇങ്ങനെ കൊന്തറമ്പല്ല് പോലെ മാറി ഇങ്ങനെ നിൽക്കുന്ന കണ്ടാൽ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരും. ഇയാളിങ്ങനെ മാറുന്നതോടുകൂടി അയാളെ പെങ്ങളെ കല്യാണം, ഒരുപാട് മേഖല അത് ബാധിക്കും. അപ്പം അയാളെ ഒരു തെറ്റിദ്ധാരണ തീർക്കാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്നാവും. നേരെ മറിച്ചിട്ട് അയാളെ പ്രകോപനം കൊള്ളിച്ചാൽ അയാൾ എന്ത് ചെയ്യണം, നിൽക്കുന്ന പാർട്ടീനെ കൂടെ നിർത്തിയിട്ട് അവർക്ക് വേണ്ടി ഇയാൾ പഠിച്ച് പറയേണ്ടി വരുമ്പോൾ നമ്മളൊരു ശത്രുപക്ഷത്ത് അയാൾ നിന്ന് പോകും. ഇത് പൊതുവെ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവും. അപ്പോൾ അവരെ ഒറ്റയടിക്ക് ശത്രുവായി പ്രഖ്യാപിച്ച് അവരോടൊരു വെറുപ്പ് തീർക്കുന്ന രൂപത്തിലോ, അല്ലെങ്കിൽ വെറുപ്പ് എന്നല്ല, ആ ഒരു നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അവരോട് ദേഷ്യപ്പെടുകയും പല രൂപത്തിൽ പെരുമാറുമ്പോൾ ആ ഒരു ദേഷ്യം കൂടി യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടടക്കം ഒരു മത വിഭാഗത്തോടക്കം തീർക്കുന്ന ഒരവസ്ഥ പൊതുവിൽ ഉണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണത്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ മുമ്പത്തേക്കാളേറെ ഇസ്ലാം മത വിമർശന രംഗത്ത് മതപ്രചരണം തന്നെ വിമർശന രംഗമുണ്ട്. പിന്നെ അതൊന്നൊരു വ്യവസായമായി മാറിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് മതവിമർശനത്തിന് രാഷ്ട്രീയപരമായ കുറേ കാരണങ്ങളുണ്ട്, സാമൂഹിക കാരണങ്ങളുണ്ട്, സാംസ്കാരിക കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇസ്ലാം മതം വിമർശിക്കുന്നവർക്ക്, ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഈ സംവിധാനങ്ങളെ സഹായിക്കാൻ മറ്റു രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിട്ടുപോയ ആളുകളെ അതിൻ്റെ കാര്യകാരണങ്ങളാണ്, അയാൾക്ക് സ്വന്തമായി വിമർശിക്കാവുന്നതാണ്. പക്ഷെ അയാൾ തെറ്റിദ്ധാരണയുടെ പേരിൽ അയാൾ വിമർശനത്തേക്ക് പോയാലുള്ള കുഴപ്പം ഒരു സമൂഹത്തെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കും. ഇപ്പം തന്നെ ഒരു ദാറുൽ പഠിച്ചൊരു വിദ്യാർത്ഥി, പിന്നെ അയാൾ മതം വിട്ടു പോയി, അത് അയാൾ പഠിച്ചിട്ട് പോകാമെന്നുണ്ട്. പക്ഷെ അയാൾ മതത്തിലൊന്നും പഠിക്കാത്ത കാര്യമാണ് മുസ്ലിങ്ങളെ പേരിൽ വെച്ച് കെട്ടിയത്. അതായത് നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൽ മുസ്ലിങ്ങൾ ചേരേണ്ട ഏതെങ്കിലും കിതാബിൽ അയാൾ കാണിച്ച് തന്നിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങളെ കുറേ ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെന്നിട്ട് മോനെ അല്ലെങ്കിൽ സുഹൃത്തെ, ഞാൻ പറഞ്ഞ ആ ആശയം ഖുർആനിൽ ഏത് വചനമാണ് അത് ധ്വനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഹദീസാണ്, നീ ലൈഫെങ്കിൽ ലൈഫ് വേണമല്ലോ, അല്ലെങ്കിൽ മൗലൂദ് ഒരു കെട്ടുകഥയാണെന്ന് തൊട്ടാൽ ആ കെട്ടുകഥയാണെങ്കിൽ ആ കെട്ടുകഥയിൽ അത് കാണണമല്ലോ. അതൊന്നില്ലാതെ മുസ്ലിങ്ങൾ ഇവിടെ കുറേ വർഷം ഭരിച്ചതാണ്. മുസ്ലിങ്ങൾക്ക് പല രാജ്യത്തും ആർമികളുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കെ മുസ്ലിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ചേരാൻ പാടില്ല. ഇന്ത്യ എന്നുള്ള വാക്ക് തന്നെ പിന്നീട് ഉണ്ടായതാ. അപ്പം അടുത്ത വർഷങ്ങളിൽ ഉണ്ടായിട്ടേ ഉള്ളൂ. 200 വർഷത്തിന് മുമ്പ് ഇന്ത്യ എന്നൊരു ചരിത്രമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ പ്രദേശം അന്ന് അഖണ്ഡ ഭാരതമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിട്ട് 1400 വർഷം മുമ്പ് അങ്ങനെ പറഞ്ഞോ? അതിന് യുക്തിയെങ്കിലും വേണമല്ലോ. പക്ഷെ അതാരും ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഓൻ എന്താക്കി, നിൽക്കുന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയും വളരെ വർഗീയമായി പറയുക ചെയ്തത്. ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നല്ലോ. ഇതില് നമ്മൾ അതേ വിമർശനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് അത് രാഷ്ട്രീയപരമായി ഓൾറെഡി മുതലെടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരിക്കലും അവിടെ പിന്നെ ക്ലിപ്പ് അത് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പലയിടത്തും പ്രചരിപ്പിക്കുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, ഇസ്ലാം പഠിച്ച ഒരാളാന്നാ പറയുന്നത്. അയാൾ വെറുതെ പറയോ, അവൻ്റെ പേര് കണ്ടില്ലേ, ഓൻ പറയുന്ന സ്രോതസ് ഖുർആനിൽ
അപ്പോൾ അധികം ആളുകളും ഇതര മതസ്ഥരായപ്പെട്ട ആളുകളല്ല, മുസ്ലിങ്ങൾ തന്നെ ഖുർആൻ പഠിച്ചവർ കുറവാണ്. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ് വിളിച്ചാൽ, ഒരു 500 ആളുള്ള ഒരു മീറ്റിംഗ് വിളിച്ചാൽ, നിങ്ങൾ ഖുർആൻ തല മുതൽ അവസാനം വരെ അർത്ഥസഹിതം പഠിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ ആളായിരിക്കും. മുസ്ലിങ്ങൾ കൂട്ടത്തെ കഥയാണ് പറയുന്നത്. അങ്ങനെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഖുർആൻ അങ്ങനെ പഠിച്ചവരല്ല. അവർ പോലും തെറ്റിദ്ധരിക്കുന്നു, അങ്ങനെ നമ്മളെ ഖുർആനിലുണ്ടോ, ഉണ്ടെങ്കിലോ ശരിയല്ലല്ലോ എന്നൊരു മുസ്ലിമിനും തോന്നും. മുസ്ലിമിന് തന്നെ തോന്നുമ്പോൾ പിന്നെ ഇതര മതസ്ഥര കാര്യം പറയേണ്ടതുണ്ടോ? മുസ്ലിങ്ങൾ തന്നെ ഖുർആൻ, ഇപ്പോൾ എത്ര ഹിന്ദു മതത്തിൽ എത്ര ആളുകൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടാവും? വളരെ കുറവായിരിക്കും. അങ്ങനെ തന്നെ ബൈബിളിൻ്റെയും കഥയാണ്. എല്ലാ ക്രിസ്ത്യാനികളും ബൈബിൾ പഠിച്ചവരോ എല്ലാ മുസ്ലിങ്ങളും ഖുർആൻ പഠിച്ചവരൊന്നും അല്ല. അതൊക്കെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ, മുസ്ലിം പാരമ്പര്യത്തിൽ വന്നവരൊക്കെയാണ്. അപ്പോൾ പക്ഷെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് ഉപകരിക്കും. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും ഒരു ഇവിടെയുള്ള വിദ്വേഷ രാഷ്ട്രീയത്തിനടക്കം ഗുണം ചെയ്യുന്ന രൂപത്തിൽ, അതിന് വളം കൊടുക്കുന്ന രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട്, ഇപ്പോൾ സമീപ കാലഘട്ടത്തിൽ കുറച്ചുകൂടി അത് യൂട്യൂബ് വരുമാനങ്ങളും കൂടിയൊക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ താങ്കളുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകാതിരിക്കാൻ ഒരു ബോധപൂർവമായ ശ്രദ്ധ കൊടുത്തിരുന്നോ? ഞാൻ അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ മതം വിട്ട ആളുകളെ, പ്രത്യേകിച്ച് ഇസ്ലാം മതം വിട്ടുപോയ ആളുകളെ പല രീതിക്കും സപ്പോർട്ട് ചെയ്യാൻ പല സംവിധാനങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് വെച്ചാൽ ഇസ്ലാമിനെ ഒരു പാർശ്വവൽക്കരിക്കുകയും അവരെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി പല കഥകൾ അവർ മെനയും. അപ്പോൾ ഇത് പണ്ട് ജൂതന്മാർ മുസ്ലിങ്ങൾക്കെതിരെ വിനിയോഗിച്ചതാണ്, ക്രൈസ്തവ യൂറോപ്പ് ഇസ്ലാമിനെതിരെ ഉപയോഗിച്ച സംഗതിയാണ്. അത് പിന്നീട് ഇന്ത്യയിലും വന്നതേ ഉള്ളൂ. പക്ഷേ ഈ കെട്ടുകഥകൾ, ഈ കളവുകൾ ഒരു സമൂഹത്തെ ഇല്ലാത്തതാണല്ലോ പറയുന്നത്. അത് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ നടന്ന ഒരു 90% വർഗീയ കലാപങ്ങളുടെ പിന്നാമ്പുറം എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ മക്ക മസ്ജിദ് സ്ഫോടനം അത് സ്ഫോടനം എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് അവിടെ മാലേഗാവാണെങ്കിലും അവിടെയൊക്കെ മുസ്ലിം പോക്കറ്റാണ്, ധാരാളം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. ഒരു സുപ്രഭാതത്തിൽ മക്ക മസ്ജിദിൽ ബോംബ് സ്ഫോടനത്തിൽ കുറേ ആളുകൾ മരിക്കുന്നു. ആരാ സ്ഫോടനം ചെയ്തത്? പിറ്റേ ദിവസം ദി ഹിന്ദു പത്രത്തിൽ വരുന്നത് അത് ഇവിടുത്തെ ഹുജിയാണ് ചെയ്തത്. അത് ജിഹാദി ഗ്രൂപ്പായ ഒരു വിഭാഗമാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് അവർ ചെയ്തത്? ഒരു തന്നെ കഥ എഴുതുകയാണ് ഹിന്ദു പത്രത്തിൽ. എന്താ കഥ? അതിൻ്റെ ഉള്ളിൽ കുറേ മക്ബറകളുണ്ട്. ആ മക്ബറ മുജാഹിദുകളെ സംബന്ധിച്ചിടത്ത് ഇവിടുത്തെ മുജാഹിദ് സംബന്ധിച്ചിടത്തോളം അത് ഷിർക്കാണ്. ഷിർക്ക് ചെയ്യുന്നവരെ കൊല്ലണം എന്നുണ്ട്. അതുകൊണ്ട് അവരുണ്ടാക്കിയതാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് കാര്യമായി. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ സ്പർദ്ധ ഉണ്ടാക്കാൻ അത് ഉപകരിച്ചു. രണ്ട്, അതിൻ്റെ ഉള്ളിൽ മരിച്ചവർ മുസ്ലിങ്ങൾ, അറസ്റ്റ് ചെയ്തവരാവട്ടെ മുസ്ലിങ്ങൾ. കുറേ കഴിഞ്ഞിട്ടാണ് ആ കേസ് രംഗത്ത് വരുന്നത്. അത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ പുറത്ത് പോയി നോക്കുകയും കാര്യങ്ങൾ തിരിച്ചു മറിഞ്ഞ് പിന്നീട് അവിടെ സർക്കാർ മാറി വന്നപ്പോൾ ചെയ്തവർ അറസ്റ്റ് ചെയ്തു, അവരെന്നെ ഏറ്റു പക്ഷെ പിന്നീട് മാധ്യമങ്ങളാരും അത് സപ്പോർട്ടും ചെയ്തില്ല. പക്ഷെ അപ്പോഴൊക്കെ എന്തുണ്ടായി? മുസ്ലിങ്ങൾ ആദ്യം സുന്നി മുജാഹിദ് ഇവിടെ ഒരു പ്രശ്നമുള്ള സമയത്ത് അതിനൊരു വടിയായി. ഇങ്ങനെ ഇത് ഏതെങ്കിലും യുക്തിവാദികൾ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം രംഗത്ത് വരുമ്പോൾ ആദ്യം ഇതിനെ അനുകൂലിച്ച് പറഞ്ഞ ആളുകൾ സത്യം കോടതി തന്നെ കണ്ടെത്തുന്നു, തെളിവ് സഹിതം പിടിക്കപ്പെടുന്നു. ശരി, ഞങ്ങൾ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ഒരു യുക്തിവാദി മാറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ഓർമ്മയുള്ളത്, ഈ ന്യൂസിലാൻഡിൽ സ്ഫോടനം ഉണ്ടായി, ക്രൈസ്റ്റ് ചർച്ചിൽ സ്ഫോടനം ഉണ്ടായി. അപ്പം അന്ന് ഒരു വെള്ളിയാഴ്ച ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഉച്ച കഴിഞ്ഞ് ഒന്ന് ഫേസ്ബുക്ക് എടുത്തപ്പോഴാണ് ക്രൈസ്റ്റ് ചർച്ചിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഫോടനമാണ് ക്രൈസ്റ്റ് ചർച്ചുമാണ് ന്യൂസിലാൻഡിൽ. അപ്പോൾ കണ്ടോ, ഒരു ക്രൈസ്തവ ചർച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഫോടനം നടന്നിട്ടുണ്ട്. കോയമാർ, നമ്മുടെ സ്ഥിരം കേൾക്കുന്ന ആ പദങ്ങളും ഒക്കെ ആയിട്ട് ന്യൂസിലാൻഡിലും തുടങ്ങി. ഇവരെവിടെ പോയാലും ഇതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ക്രൈസ്റ്റ് ചർച്ച് എന്ന ഒരു സ്ഥലമാണെന്നുള്ളതും അവിടെയുള്ള ആരെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതൊക്കെ പിന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു തിരുത്തോ ഒന്നുമല്ല, അത് ആ ഒരു വാർത്ത അങ്ങനെ പോകുക എന്നുള്ളതല്ലാതെ. മാലേഗാവ് സ്ഫോടനം നോക്കും, അവിടെ സ്വാമി അസീമാനന്ദനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ അയാൾ കോടതിയിൽ ജഡ്ജിന്റെ മുന്നിൽ ഏറ്റു പറയുന്നത് വരെ മുസ്ലിങ്ങളെ തന്നെയായിരുന്നു പ്രതിക്കൂട്ടിൽ. പക്ഷേ ഇയാൾ സത്യം ഏറ്റു പറഞ്ഞു. അങ്ങനെ കുറേ ആളുകൾ ഏറ്റു പറഞ്ഞു. ആ ഏറ്റു പറഞ്ഞപ്പോൾ ശരി, എങ്കിൽ
ഇതിൻ്റെ എന്നിട്ടെങ്കിലും തിരുത്തണ്ടേ. ഇപ്പം അടുത്ത എറണാകുളത്തുള്ള സ്ഫോടനം കണ്ടില്ലേ, ആളെ എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പിന്നെ മുസ്ലിങ്ങൾ തന്നെ ആവണം നമ്മൾ കരുതി, വേറെ ആരും ആകൂലെന്ന് കരുതി. ഈ ഒരു മുൻധാരണ ഈ സമൂഹത്തിൻ്റെ മേൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. മുസ്ലിങ്ങളാണ് ഇതൊക്കെ ചെയ്യുക, അവർ ജിഹാദാണ്, എല്ലാ പദത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയും. എന്നാൽ ഇവിടെ യുക്തിവാദികൾ തന്നെ ചെയ്യുന്നത്. ഇവിടെ പിന്നെ ക്രൈസ്തവ യൂറോപ്പ് ഉണ്ടാക്കിയ ഒരു ഇതിന് ക്രൈസ്തവരൊക്കെ കാസക്കാർക്ക് അതിന് ന്യായമുണ്ട്, ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കും അതിന് ന്യായമുണ്ട്. യുക്തിവാദികൾക്ക് ഒരു മതത്തോടും താല്പര്യമില്ലാത്ത മതങ്ങൾ ഉപേക്ഷിച്ച ആളുകളാണല്ലോ അവർ ഇവരപ്പാണ് കൂടുന്നത് ഈ വിഷയത്തിൽ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ താനൂർ കലാപം നിങ്ങൾ നോക്കൂ, ഒരു യുക്തിവാദി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മളൊക്കെ താനൂർ കലാപം എന്ന് പറയുന്നത് ഈ വെടിമരുന്നുണ്ടാക്കും ബോംബുണ്ടാക്കുമ്പോഴാണ് പൊട്ടി മരിക്കുന്നത്. ഗ്രഹനാഥം മരിക്കുന്നു, 2 ആൾ, പിന്നെ അയാളെ മക്കൾ ഹോസ്പിറ്റലാവുന്നു. തിരുവനന്തപുരത്തു നിന്ന് ഒരാളവിടെ വന്നതാണ്. പിന്നെ അത് ഇന്നതിനാണ്, ഇന്ന ആവശ്യത്തിനാന്ന് വെച്ചാൽ അവരുടെ കുട്ടികളുടെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഇതിൻ്റെ അന്ന് നടത്തുന്ന ആഘോഷ പരിപാടിയിൽ അവരവരെ കുട്ടികളെ കൊല്ലാൻ ഉണ്ടാക്കിയ ബോംബാണ്. അതെന്തിനാണ്? പിന്നെ മുസ്ലിങ്ങളെ പേര് മലപ്പുറം. അത് അന്ന് അന്വേഷിച്ച പോലീസ് ഉദ്യോഗം പറഞ്ഞു മലപ്പുറം ജില്ലയെ അള്ളാഹു രക്ഷിച്ചു എന്നാണ്, ദൈവം രക്ഷിച്ചു എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അന്ന് അത്ര സ്ഫോടനം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ ഇപ്പം ഈ അമ്പലങ്ങളിൽ കാണുന്ന ബീഫ്, അമ്പലത്തിലേക്കാരോ ബീഫ് എറിഞ്ഞു എന്നാണ്, അത് അവസാനം ചെന്ന് ചെല്ലുന്നത് ആളെ പിടിക്കുമ്പോൾ വേറെ കക്ഷികളാണ് ആകുന്നത്. പക്ഷെ ഒരു യുക്തിവാദിയും നിഷ്പക്ഷമായി മുസ്ലിങ്ങൾ ചെയ്താൽ പറയേണ്ടത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ നിഷ്പക്ഷമായി ഇതിൻ്റെ സത്യാന്വേഷണം കണ്ടെത്താനോ അതിൻ്റെ പിന്നാലെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നതിലേക്ക് എത്തുന്നില്ല. അപ്പോഴൊക്കെ മുസ്ലിങ്ങളെ പ്രതിയാക്കി കഥകൾ മെനയാനും അവരെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ടാക്കാനും അവരെക്കുറിച്ചൊരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാനുമാണ് എല്ലാ കാലവും ശ്രമിക്കുന്നത്. ഇതിൽ ഇങ്ങനെയുള്ള കുറച്ച് മതവിമർശകരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന പല ആളുകളും ഇസ്ലാമിനെ നിരന്തരമായി അവരെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തോടൊന്നും ചേർന്ന് നിൽക്കുന്നില്ല, ഞങ്ങൾ വിമർശിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിമർശനം എന്ന പേരിൽ ഇവർ ചെയ്യുന്ന കാര്യം അടക്കം ഇതിന് വളമാകുന്നില്ലേ യഥാർത്ഥത്തിൽ? അല്ല, ഇപ്പോൾ അതിൽ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞിരുന്നതേ, എൻ്റെ വീട് വൃത്തിയാക്കിയിട്ട് വേണ്ടേ ആരാൻ്റെ വീട് വൃത്തിയാക്കാൻ, എൻ്റെ വീടിനെ വൃത്തിയാക്കണം ആദ്യം വേണ്ടേ, എൻ്റെ തൊഴുത്ത് വൃത്തിയാക്കിയിട്ട് വേണമല്ലോ ആരാൻ്റെ തൊഴുത്തിൻ്റെ കഥ പറയാൻ. അതുകൊണ്ട് ഞാൻ സ്വന്തം മതത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് കേട്ട യുക്തിയാണെന്ന് തോന്നും. ഞാൻ മതം വിമർശനം ചെയ്യുമ്പോൾ ഇതൊരു സാമൂഹ്യ വിഷയമാണ്. മതം എന്ന് പറയുന്നത് കേവലം ഖുർആനിലോ ഹദീസിലോ ഒതുങ്ങുന്നതല്ല. ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, പല ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്, ചിന്താധാരകളുണ്ട്. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ സാമൂഹ്യ വിഷയം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരാൾ ചെയ്തു എന്നതുകൊണ്ട് അത് ആ സമൂഹത്തെ മൊത്തം അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് 2 തലമുണ്ട്. ഒന്ന്, എല്ലാ മതത്തിലും ഉള്ളതുപോലെ മതം ഇല്ലാത്തവരുള്ളതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാവും, ബുദ്ധിയുള്ളവനും ബുദ്ധി ഇല്ലാത്തവനും ഉണ്ടാവും. മന്ദബുദ്ധി ഇതിലും ഉണ്ടാവുമല്ലോ, മാനസിക രോഗികൾ എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും, വൈകാരികമായി ഉണ്ടാവും, തീവ്രമായി ചിന്തിക്കുന്നവരുണ്ടാവും, ദേഷ്യം കൂടുതലുള്ളവരുണ്ടാവും. അതങ്ങനെ ഒരു സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിലും ഉണ്ടാവുന്നു. അത് ഹിന്ദു സമൂഹത്തിലും ക്രിസ്തീയ സമൂഹത്തിലും അതല്ലാത്തവർക്കിടയിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള ഒരാൾ വർഗീയമായി ചിന്തിച്ചു എന്ന് തന്നെ വിട്ടുക, അല്ലെങ്കിൽ അയാളുടെ മാനസിക നല്ല രീതിയിൽ അയാൾ പലതും ചെയ്തു എന്ന് വിട്ടുക, അത് ആ വ്യക്തിയുടെ കുറ്റമായി അയാളെ ചികിത്സിക്കുന്നതിന് പകരം അയാൾ ചെയ്തത് എല്ലാ മുസ്ലിങ്ങളും ഏറ്റെടുക്കണം എന്ന് പറയുന്നത് എന്തൊരു, അയാളെ വീട്ടുകാരനെ ഏറ്റെടുക്കാൻ കഴിയില്ലാന്ന്. അപ്പം എനിക്കൊരു മാനസിക പ്രശ്നമുള്ള ഒരാളാന്ന് വിട്ടുക, എന്നെ ചികിത്സിക്കുന്നതിന് പകരം ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഇതൊരു കൈ പൊടിയ പനി പോലെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത സംഗതിയാണല്ലോ ഈ മാനസികം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതി, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ അതിലേക്ക് പ്രചോദിപ്പിച്ച വസ്തു എന്നാണ്. ഇവർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട ആളുകളാണല്ലോ. അപ്പോൾ ഇയാളുടെ ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ്, എവിടെയാണ് ഇയാൾക്ക് തകരാറ് പറ്റിയത് എന്നാണ് ഒരു യുക്തിവാദി അന്വേഷിക്കേണ്ടത്. മറ്റുള്ളവരെ വിടുക, ഒരു യുക്തിവാദിയോ യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യണം എന്ന പറയുന്ന ആള് ചിന്തിക്കേണ്ടത് അതല്ലേ. അല്ല, ഇതിൽ ഇങ്ങനെ ആളുകളെ വെച്ചിട്ടല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഇടയ്ക്ക് ഒരു ഓൺലൈൻ ചർച്ചയിൽ പിന്നെ മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന് എന്ത് ചെയ്തു, മുസ്ലിങ്ങൾ തീവ്രമായി ചിന്തിക്കുന്നവരാണ്, അവർ അവസരം കിട്ടാൻ കാത്തുക്കണമെന്ന് പൊട്ടിത്തെറിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ന്യായീകരണങ്ങൾ എന്താ, ബഗ്ദാദി അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉസാമ ബിൻ ലാദൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ കൈവെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മുസ്ലിം നാമധാരികൾ ചെയ്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഒരാൾ തിരിച്ച് ചോദിക്കുകയാണ്, സംവാദകനായിട്ടുള്ള ആൾ ചോദിക്കുകയാണ്, എന്നാൽ അതേ സമയത്ത് അതേപോലെയുള്ള മുസ്ലിങ്ങളാണല്ലോ ഇപ്പം അബുൽ കലാം ആസാദ്, അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം, ഇങ്ങനെ മുസ്ലിം പേരുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള ഇപ്പം
പാണക്കാട് തങ്ങന്മാർ, മുസ്ലിം നേതൃത്വം, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സംഘടനാ നേതൃത്വം, അതെ. അവരൊക്കെ ഏറ്റവും ഏത് വിഷയം വരികയാണെന്നുണ്ടെങ്കിലും ഈവൻ മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഇവർക്ക് തീരെ ഒരു ആത്മാർത്ഥത ഇല്ല എന്ന് പറയുന്ന, പരാതി പറയുന്ന രൂപത്തിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും അവധാനതയോടുകൂടിയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരും മുസ്ലിങ്ങളല്ലേ? നിങ്ങൾ ഈ കൈവെട്ടിയ ആളുകളെ കാണുന്നത് പോലെ അവിടെ പിന്നെ രക്തം കൊടുക്കാൻ പോയ ആളുകളെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ അവധാനത കാണിക്കണമെന്ന് പറയുന്ന ആളുകളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മറുപടി എന്താ ചോദിച്ചാൽ, നമ്മൾ ഇസ്ലാമിനെ പറയുമ്പോൾ മുസ്ലിങ്ങളെയല്ല എടുക്കേണ്ടത്, തൊട്ടു മുമ്പ് മുസ്ലിങ്ങൾ എടുത്ത ആളുകൾ തന്നെയാണ് എടുക്കുന്നത്. ഇസ്ലാമും മുസ്ലിമും തമ്മിൽ വേർതിരിച്ചിട്ട് നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം, നല്ല ഇസ്ലാമിൽ എല്ലാ മുസ്ലിങ്ങളും തെറ്റല്ല, ഇസ്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്ന, ഇങ്ങനെ കുറേ നെറേറ്റീവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ പിന്നെ ആലോചിച്ചാൽ അതിൽ ന്യൂനത ബോധ്യമാകുന്ന സംഗതികളാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ചെയ്തു എന്ന് തന്നെ കൂട്ടും. അപ്പോൾ ഇവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശത്രുക്കൾ, ഇപ്പോൾ IS തന്നെ എടുക്കുക. അപ്പോൾ ഞാനൊക്കെ IS ഇസ്ലാമാണെന്ന് പറഞ്ഞ് വിമർശിച്ച് നടന്നൊരു കാലമുണ്ട്. പിന്നെ അതിൻ്റെ പിന്നാമ്പുറം ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് എത്തിപ്പെടുന്നത് ഇത് മുസ്ലിങ്ങളെ സൃഷ്ടിയല്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ അടിക്കാൻ ഇവിടെ തന്നെ ഇപ്പോൾ മാലേഗാവ് അല്ലെങ്കിൽ താനൂർ കലാപമൊക്കെ പോലെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഏതുണ്ടാക്കാൻ കഴിയും പലതുകൊണ്ട്. ഇപ്പോൾ ഗുജറാത്ത് കലാപം, ഇങ്ങനെ കുറേ സംഗതികൾ നമ്മുടെ അടുത്ത് ഇതുപോലെ വിദേശ രാജ്യങ്ങളിലുണ്ട്. ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നറിയില്ല. ഇവരെ പൈസ കൊടുത്ത് വിലക്ക് വാങ്ങാൻ പറ്റും മുസ്ലിം പേരുള്ള ആളുകളെ. അല്ല, ഇതിപ്പോൾ ഈ അടുത്ത് പോലും ഇപ്പം ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും IS പോയിട്ട് പൊട്ടിത്തെറിക്കുന്നത് സിറിയയിലും അതുപോലെ തന്നെ പിന്നെ റഷ്യയിലും എന്ന് വെച്ചാൽ ആരാണ് ഇതിന്റെ പിന്നിൽ? ഇവർക്ക് വില പേര് ഇപ്പൊ ഒരാളെ പേര് ID കാർഡിൽ മുസ്ലിം പേരാക്കാലോ, പിന്നെ കുറച്ചാളെ ഇതൊക്കെ നമുക്ക് റേഷൻ കാർഡിലും ആധാറിലൊക്കെ നമ്മുടെ പേരുകൾ അങ്ങനെ ആക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം മുസ്ലിങ്ങൾ തന്നെ ഇതിനെ എതിർക്കുകയാണ്. അപ്പോൾ ശരി, കുറച്ചാൾ മുസ്ലിങ്ങൾ എതിർക്കുമ്പോൾ അതായത് മുസ്ലിങ്ങൾ അല്ലാന്ന് ചിന്തിക്കണില്ലല്ലോ, എല്ലാ മുസ്ലിങ്ങളും അതിനെ എതിർക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് അവിടെ അവരുടെ രൂപം കണ്ടിട്ടാണ്. ഈ രൂപം ഇപ്പോൾ കൃത്യമായിട്ട് ഉണ്ടാക്കിക്കൂടെ? താടി വെക്കാനാണോ പണി? താടി വെക്കാനും പേര് മാറ്റാനും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മുസ്ലിങ്ങളെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുമാണ്. ആ പേരും ഇപ്പോൾ ഇറാഖിനെ പിന്നെ അമേരിക്ക ആക്രമിക്കാൻ ഉണ്ടാക്കിയ കാരണങ്ങൾ പിന്നെ അമേരിക്ക തന്നെ തിരുത്തേണ്ടി വന്നു. കാരണം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇല്ലാത്ത മാത്രമല്ല, ലോകത്ത് എത്ര പിന്നെ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന അറബ് രാജ്യങ്ങളാണോ അല്ലാത്ത രാജ്യങ്ങളാണോ? ഈ യുദ്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ യുദ്ധോപകരണങ്ങൾ വേണ്ടേ? ആരാണ് നിർമ്മിക്കുന്നത്? ആ കമ്പനിയുടെ പേരെന്താണ്? അവരുടെ ലാഭമാണ് അവർ എവിടുന്ന് കിട്ടുന്നു? ഇതൊക്കെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നവരെ കഥകൾ ഉണ്ടാക്കി അവർ തന്നെ മെനഞ്ഞുണ്ടാക്കുകയാണ് യുദ്ധം ചെയ്യാനുള്ള കാരണങ്ങൾ. ഇവിടെ ഇന്ത്യയിലെ അധികാരം പിടിച്ചെടുക്കുന്ന അവർ തന്നെ എവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നു അതിന് മുമ്പ് ഒരു ബോംബാട് പൊട്ടു. അപ്പോൾ ആ പേരും പറഞ്ഞിട്ട് ഒരു വോട്ട് വിഭജിക്കാൻ പറ്റും. ഇങ്ങനെ ഈ രാഷ്ട്രീയ തന്ത്രം പോലും മനസ്സിലാവാത്ത, അതുകൊണ്ടാണ് ഇതൊരു സാമൂഹ്യ വിഷയമാണ്. ഈ സാമൂഹ്യ വിഷയത്തെ, സങ്കീർണമായ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ലാഘവമായ ഏതെങ്കിലും ഒരു ആയത്തോ ഹദീസോ കൊടുത്തിട്ട് അങ്ങനെ അത് പറയുന്നതാണെങ്കിൽ ഞങ്ങൾ ആധികാരികമായിട്ട് പറയാം. ഞങ്ങളങ്ങനെ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ കിതാബ് എടുത്ത് നോക്കൂ, നിങ്ങൾ ഖുർആൻ എടുത്താൽ നിങ്ങൾ ഭീകരവാദിയായിരിക്കും. ഇപ്പോൾ പിന്നെ മുർത്തദിനെ കൊല്ലുക. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇസ്ലാമിക്ക് വന്നപ്പോൾ ഒരാൾ പോസ്റ്റ് ഇട്ടത്, ഞങ്ങളിങ്ങനെ അയ്യൂബിൻ്റെ കയ്യും കാലും വെട്ടാൻ പോണില്ല എന്നാണ്. ആളെ പേരല്ലേ ഞാൻ പറയും, അങ്ങനെ ഒരു പറയാൻ. അപ്പോൾ ഞാൻ പോട്ടെ, ഞാൻ ഇവിടെ 10, 25, 30, 40 കൊല്ലമായിട്ട് ഇസ്ലാം മത വിമർശന രംഗത്തുണ്ട്. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ തന്നെ ചില കൃത്രിമമായിട്ട് ഞങ്ങൾ ആക്രമിക്കുന്നു എന്നും പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി പരസ്യമൊക്കെ ചെയ്ത് പോലീസിൻ്റെ ഇടപെട്ടിട്ട് പിന്നെ അത് ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പോൾ ജബ്ബാറു മാഷൊക്കെ ഒരു വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു, അതിനെതിരെ പ്രചരണമൊക്കെ ഉണ്ടായി. പക്ഷേ അതിൽ നിങ്ങൾ ഏത് പോലീസ് ഒരു FIR ഇടണമല്ലോ, നിങ്ങൾ ഇന്ന സംഘടന നിങ്ങളെങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചു, അത് ഏത് പോലീസ് സ്റ്റേഷൻ എന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്, ഏതാണ് അതിൻ്റെ തെളിവ്, അത് ഹാജരാക്കട്ടെ. ഇതൊന്നും ഹാജരാക്കാൻ കഴിയില്ല, കാരണം അത് ഇല്ലാത്തൊരു കഥയായിരുന്നു, എനിക്കറിയാം അതിനെപ്പറ്റി. അപ്പോൾ ജബ്ബാറു മാഷ് എന്നല്ല, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാം മത വിമർശനം മലപ്പുറം ജില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇല്ലാത്ത കഥ പറയുകയാണ്. അതിനെതിരെ അപ്പോഴേക്ക് യുക്തിവാദി സംഘങ്ങൾ മീറ്റിംഗ് നടത്തി, ജബ്ബാറു മാഷ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, IS ഭീഷണി, പല പരിപാടിയും നടത്തി. ശരി, ആരാണ് അവർ? എവിടുന്ന് അങ്ങക്കാണ് വോയിസ് വന്നത്, മെസ്സേജ് വന്നത് എവിടുന്ന്? ഇങ്ങനെ അന്വേഷിച്ചാൽ ശരി, എന്നിട്ട് പോലീസിന് കേസാകണമല്ലോ. പോലീസിൽ കേസ് കൊടുത്തിട്ട് അത് FIR ഇട്ടിട്ട് അത് അന്വേഷണം എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചു നോക്കുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. അതില്ലാത്തൊരു കഥയായിരുന്നു.
അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് വരുത്തി ഉണ്ടാക്കി തീർക്കുക. വെക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു ഇസ്ലാമിക കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വ്യക്തി അവരെ അതിൻ്റെ ഇടയിലും നടന്ന ഒരു സംഭവം വളരെ രസകരമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ പത്രസമ്മേളനം നടക്കുകയാണ്. അപ്പോൾ പത്രസമ്മേളനത്തിൽ യൂട്യൂബിൽ അത് ലൈവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി പറയുകയാണ്, ഇതാ നമ്മളിപ്പോൾ പത്രസമ്മേളനം നടക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഇതാ കമൻറ്റ് ബോക്സ് നോക്കൂ, അതിലിതാ നിന്നെ ഞങ്ങൾ തീർക്കുമട എന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, ഇതാണ് അവസ്ഥ. സംഭവത്തെ ഞങ്ങളത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയപ്പം അന്ത്രുമാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഐ ഡി ഉണ്ട്. ആ ഫേക്ക് ഐ ഡിയിൽ നിന്ന് നിന്നെ ഞങ്ങൾ തീർക്കുമടാ, നീ തീർന്നടാ, അങ്ങനെ എന്തോ ഒരു കമന്റ് ഇട്ടതാണ്. അപ്പൊ അങ്ങനെ വൈകാരികമായി ഞങ്ങൾക്ക് അറിയില്ല, ഇതൊക്കെ ഇല്ലാത്ത കഥകൾ. അല്ല ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ഫേക്ക് ഐ ഡിന്ന് വന്നതാണ് മൊത്തം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതാണ് ഇസ്ലാമിനെ വിമർശിച്ചാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇസ്ലാം ഒരു നമ്മൾ മനസ്സിലാക്കിയ ഒരു ഇസ്ലാം മതം പറഞ്ഞാൽ മുർത്തദ്ദിനെ കൊല്ലുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആനാണല്ലോ ഇവരെന്നെ ഉദ്ധരിക്കുന്ന ഖുർആനാണല്ലോ. ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിക്കുകയും സുമ്മ കഫറു, പിന്നെ അവർ അവിശ്വസിച്ചു, പിന്നെയും പറയണം, പിന്നെയും അയാൾ വിശ്വസിച്ചു, സുമ്മ സ്ദാദു കുഫറ. അങ്ങനെ ഖുർആനിൽ 3-4 സ്ഥലത്തുണ്ട്. ആദ്യം ഒരാൾ വിശ്വാസിയാവുന്നു, പിന്നെ അയാൾ പിന്നെ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു, പിന്നെ അയാൾ മുസ്ലിം ആകുന്നു, പിന്നെ അയാൾ കാഫറാവുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിമായ ഒരാൾ കാഫറായി എന്ന് കൂട്ടുക. അപ്പം തന്നെ അയാളെ തല വെട്ടിയാൽ പിന്നെ മുസ്ലിം ആകാൻ തല എവിടെ ഉണ്ടെന്ന്. അപ്പം ഈ ഒരു കഥ പറയുമ്പോൾ ഖുർആനിൽ അതിനെപ്പറ്റി സംഗതി ഇർത്തദ്ദ എന്നുള്ള വാക്കൊക്കെ ഖുർആനിലുണ്ട്. ഒരു രാജ്യപരമായ ദ്രോഹം ചെയ്താൽ അതൊരു രാജ്യത്തിന് നിയമമുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരാൾ ഈ രാജ്യത്തിലെ സ്വകാര്യങ്ങളും രഹസ്യങ്ങളും വേറെ രാജ്യത്തിന് ചോർത്തി കൊടുത്താൽ ഈ രാജ്യത്ത് ശിക്ഷയുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാം കൂടി ഇന്ത്യ രാജ്യത്ത് ശിക്ഷ നിയമമുണ്ട്, യൂറോപ്യൻ രാജ്യത്ത് അതിൻ്റെ നിയമങ്ങളുണ്ട്, ആ നിയമം ഇസ്ലാമിലുണ്ട്. അതാണ് മുർത്തദ് കൊണ്ട് ഉദ്ദേശിച്ചത്. പണ്ഡിതന്മാരടക്കം ഏത് തരത്തിലുള്ള മുർത്തദ് കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ട്. ഇത് വെറുതെ ഒരു മതം എന്ന് പറയുന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, കർമ്മം കൂടി അടങ്ങിയതാണ്. വെറും കർമ്മമല്ല, വിശ്വാസം കൂടി അടങ്ങിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്ന സാധനമാണ്. ഒരാൾ പേര് കൊണ്ട് മുസ്ലിമായി, അയാൾ നമസ്കാരം നോമ്പോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്, പക്ഷെ അയാൾക്ക് വിശ്വാസമല്ല എന്ന് കൂട്ടുക, ഒരു മുസ്ലിം ഗണത്തിൽപ്പെടുത്തില്ല. അപ്പോൾ അത് വിശ്വാസം അടിച്ചുണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല, അത് അയാളിൽ ഉണ്ടായി വരേണ്ട സാധനമാണ്. നമുക്ക് തെളിവുകളൊക്കെ ഹാജരാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അയാൾക്ക് ബോധ്യമായാൽ അയാൾ വിശ്വസിക്കട്ടെ. അപ്പോൾ ബോധ്യത്തിൻ്റെ സംഗതിയാണിത്. അത് അടിച്ചിട്ടും യുദ്ധം ചെയ്തിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ആ പേടി മാറിക്കഴിഞ്ഞാൽ വീണ്ടും അയാൾ അവിശ്വാസിയാവുന്നു. അപ്പൊ അത് വെറുതെ പറയുന്നൊരു സംഗതിയാണ്. അല്ല, ഇതിപ്പം ഈ സാമൂഹിക വിഷയമാണെന്ന് പറഞ്ഞല്ലോ, ഇവരത് പ്രൊജക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, സാമൂഹിക വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇത് സമൂഹത്തോട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ബാധ്യതയാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് അമുസ്ലിങ്ങളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ എന്ത് ചെയ്യുന്നു, ഖുർആൻ പറയുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൊല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇവർ ഖുർആൻ പഠിക്കാത്തതുകൊണ്ടാണ്. ഖുർആൻ പഠിച്ചാൽ എന്ത് ചെയ്യും, എന്തായാലും കൊല്ലും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നറേറ്റീവാണ്. അപ്പോൾ അതായത് ഇസ്ലാം പഠിച്ചാൽ ഇങ്ങനെ ഒരാളെ ഭീകരവാദിയാകും. അല്ല, ഇപ്പോൾ നമുക്ക് ഇസ്ലാം പഠിച്ചാൽ എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് പിന്നെ ഇസ്ലാം മത വിമർശനം ജബ്ബാർ മാഷ് എടുക്കുക, ഒരു ഉദാഹരണത്തിന് എടുക്കുന്നത്. ജബ്ബാർ മാഷോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രയാസമില്ല കേട്ടോ. ജബ്ബാർ മാഷ് അറബി എഴുതാനോ വായിക്കാനോ ജബ്ബാർ മാഷക്ക് അറിയില്ല. എനിക്കറിയാവുന്നൊരു കേസാണ്. ജബ്ബാർ മാഷാണ് ഇപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ അറബിയിലാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ പോലും പല ധാരണകളും ഇല്ല. ഇപ്പം അദ്ദേഹം പറയണ പിന്നെ ഈ കണ്ടെടുത്ത് വെച്ച് കൂട്ടുന്നത് മുസ്ലിങ്ങൾ തന്നെ ഖുർആൻ പഠിപ്പിച്ച അയാളാണ് പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുന്നത് ഇതിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് പഠിപ്പിക്കാനല്ലല്ലോ പാടില്ല. അപ്പം അദ്ദേഹം ഇത് പറയുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് വേറെ പല ലക്ഷ്യമുള്ളത്. മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിൽക്കാനല്ല, മുസ്ലിങ്ങളെ വീണ്ടും മറ്റു സമൂഹത്തിൻ്റെ മുമ്പിൽ കൊച്ചാക്കാനും അവരെ മറ്റിപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരെ മുന്നിൽ പേടിപ്പിക്കാനും, അതായത് ഇസ്ലാം ഫോബിക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറയാണ് കാര്യങ്ങൾ. ഒരു അറബി അറിയാത്ത ഒരാൾക്ക്, ഇപ്പം ഞാനൊരിക്കൽ ഒരു എറണാകുളത്തൊരു പ്രോഗ്രാമിൽ ജബ്ബാർ മാഷാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാളാണ് എങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയണം, ട്രാഫിക് നിയമം അറിയണം. അങ്ങനത്തെ ഒരാളാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ടത്, സ്വാഭാവികമാണല്ലോ. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളെ പഠിപ്പിക്കാൻ തിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇസ്ലാം മതത്തെ പറ്റിയിട്ട് അതിൻ്റെ ബാലപാഠം ഞാൻ പഠിച്ചിട്ടില്ല, ആരൊക്കെ എഴുതി തരുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ നിങ്ങളോട് ഇസ്ലാം മതം പഠിപ്പിക്കാൻ നിന്നാൽ ആരോടാ ഈ പറയുന്നത്? അപ്പോൾ പറയുന്നത് ഗൂഗിളിൽ ഏതായത്ത് എന്തൊരു അറബി എഴുതിയാലും ഗൂഗിളിലെ പരിഭാഷ ഇപ്പോൾ നമുക്കറിയാലോ എന്താണ്. ഇപ്പോൾ ഇവരൊക്കെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി എന്താ വരിക. അറബി ഭാഷയുടെ അറബി മാത്രം അറിഞ്ഞാൽ പോരാ, അറബി ഭാഷയുടെ സൂക്ഷ്മത അറിയാത്ത ഒരാൾക്ക് ഖുർആൻ വ്യാഖ്യാനിക്കാൻ പോലും കഴിയില്ല. ഒരാൾ അറബി, ഇപ്പോൾ സൗദിയിലൊക്കെ അറബികളുണ്ട് പല അറബി രാജ്യങ്ങളിലും, അവർക്ക് ഖുർആൻ തഫ്സീർ എഴുതാനൊന്നും അറിയില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? അറബി ഭാഷ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല,
അറബി ഭാഷയുടെ ഉസ്ലൂബ് അറിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അക്സത്ത എന്ന് പറഞ്ഞാൽ നീതി കാണിച്ചു എന്നാണ്, മുഖസിത്ത് എന്ന് പറഞ്ഞാൽ അനീതി കാണിച്ചു എന്നാണ്. അതിൻ്റെ ഇസ്മുഫായിലാണിത്. ബാ എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാ, അതിൻ്റെ ഇസ്മുഫായിൽ വരുമ്പോൾ വാങ്ങി എന്ന അർത്ഥത്തിലാണ് വരിക. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങിയെന്നാണ്. എന്നാൽ മുഷ്തരി വരുമ്പോൾ വിറ്റു എന്ന അർത്ഥത്തിലാണ് വരിക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാഷ വളരെ സങ്കീർണമാണ്. ഇപ്പം നമ്മൾ അല്ലാഹുമ്മ എന്ന് പറയുന്നുണ്ട്. എന്താ ആ ഹുമ്മ എന്ന് പറഞ്ഞ കാരണം അത് ഈ അവസാനത്തെ മീമ് തലക്ക യാ അള്ളാഹു എന്നുള്ളതാണ്. യാ അള്ളാഹു ആണ്. ആ യാനെ പിന്നെ ജലാലത്തിൻ്റെ ഇസ്മ കൊണ്ട് തുടങ്ങാൻ, അള്ളാഹ് എന്ന വാക്കുകൊണ്ട് തുടങ്ങാൻ അതിനെ ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് അള്ളാഹു യാ എന്നായി. ആ യാനെ മറ്റി മീമാക്കി. അങ്ങനെയാണ് അള്ളാഹുമ്മ എന്നൊക്കെ. ഇങ്ങനെ ഭാഷയിലെ സൂക്ഷ്മാർത്ഥത്തിൽ വിശദീകരിച്ച് ഭാഷ തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനം സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിന് തന്നെ ഒരു മൻഹജ് ഉണ്ട്. മുഹമ്മദ് നബിയാണ് അത് വ്യാഖ്യാനിച്ചു തന്നിട്ടുള്ളത്. ഞാൻ വരികൾക്കിടയിലാണ് ഞാൻ വ്യാഖ്യാനിക്കുന്ന ജബ്ബാർ മാഷ് പറയുന്നത്. മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത, മുഹമ്മദ് നബി നേരിട്ട് കേട്ട സ്വഹാബത്തിന് മനസ്സിലാവാത്ത, ഇതുവരെ മുസ്ലിം ലോകം മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ എഴുതി കൊടുക്കുന്നവർക്ക് വേറൊരു കാര്യമുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ സ്പെയിനിൻ്റെ ഒരു ചരിത്രം പഠിക്കേണ്ടതുണ്ട്. 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കുരിശുദ്ധം നടക്കുന്നുണ്ട്. അന്നൊക്കെ മുസ്ലിങ്ങളുടെ ഗ്രന്ഥങ്ങൾ, മുസ്ലിം പേരിൽ മുസ്ലിങ്ങൾ അധിക്ഷേപിക്കുന്ന ഗ്രന്ഥങ്ങൾ ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്, ഹദീസ് വ്യാഖ്യാനങ്ങളെ ഇറക്കിയിട്ടുണ്ട്, സബബുൻ നുസൂൽ എന്ന് പറഞ്ഞ സാധനങ്ങളെ ഇറക്കിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട്. പിന്നീട് ഓറിയന്റലിസ്റ്റുകൾ അവർ തന്നെ ഇപ്പോൾ തിരുത്തി പറയുന്നുണ്ട്. പക്ഷെ ജബ്ബാർ മാഷ കൈ കിട്ടിയിട്ടില്ല എന്നുള്ളൂ. 1980-കൾക്ക് മുമ്പുള്ള വിമർശനങ്ങളാണ് ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓറിയന്റലിസ്റ്റുകൾ തന്നെ തിരിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ വ്യാഖ്യാനം വെച്ചിട്ട് മുസ്ലിം സമൂഹത്തിന് തലമക്ക് കൊണ്ടുപോയിടുകയാണ്. ഇവരുണ്ടാക്കിയ കഥകളാണ്. ഇവിടെ തന്നെ 921 മുസ്ലിം ലഹളയാക്കി മാറ്റിയിട്ട് എന്തെല്ലാം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ പോലും അറിയാത്ത കഥ മുസ്ലിങ്ങളെ പേരിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ഇത് നമ്മൾ ഇതേമാതിരി ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ മാഷ് ചെയ്യുന്നത് സതുദ്ദേശപരമല്ല, ദുരുദ്ദേശമാണ്. അതിന് മാഷുക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ മാഷ ഫോളോവേഴ്സുകളൊക്കെ അധികം മുസ്ലിങ്ങളല്ലാത്തവരാണ്. ഇവിടുത്തെ കാസക്കാരും ഇവിടുത്തെ ഫാസിസ്റ്റുകളും ഒക്കെയാണ് അതിൻ്റെ ഫോളോവേഴ്സുകൾ. അവർക്ക് രണ്ടൊരു കാര്യമുണ്ട്. മുസ്ലിം പേരുള്ള ജബ്ബാർ മാഷ് ഖുർആൻ പണ്ഡിതനായാണ് ഈ വ്യാഖ്യാനിക്കണമെന്നാണ്. അയാളുടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളൊരു ഖുർആൻ്റെ ഒരു അറബി വാക്ക് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ഇൻ്റർവ്യൂവിന് പോയി നോക്കൂ. മഷങ്ങൾ പറഞ്ഞ ആ ആയത്ത് ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് ചോദിച്ചു നോക്കിയാൽ അയാൾക്ക് പറയാൻ കഴിയില്ല. എനിക്കറിയാൻ പറയാൻ കഴിയില്ല എന്ന്. അയാൾക്ക് പ്രസംഗിക്കാൻ അപ്പോൾ എനിക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് 2 മണിക്ക് പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ ഡ്രൈവിങ്ങിന് ഞാൻ പഠിച്ചെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് എനിക്ക് കുറേ എഴുതി തന്നാൽ എനിക്ക് പ്രസംഗിക്കാനൊക്കെ. ഇതിൽ ഈ ഒരു അറബി ഭാഷ അറിയില്ല എന്ന് ജബ്ബാർ മാഷ് പറഞ്ഞപ്പോൾ അത് ഒരുപാട് ആളുകൾ വിമർശിച്ചിരുന്നു. അറബി ഭാഷ പോലും അറിയാത്ത ഒരാളാണോ ഇത്രയും പതിറ്റാണ്ടുകളായി? ഇപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ മുമ്പ് വിമർശിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളെല്ലാവരും അറബി അറിഞ്ഞിട്ടാണോ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നത്? അപ്പോൾ അനുസരിച്ച് ജീവിക്കാന്നുണ്ടെങ്കിൽ വിമർശിക്കുകയും ചെയ്യാം എന്നതാണ്. ഇപ്പോൾ ഞാനവിടെ മൂപ്പരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഷേക്സ്പിയറിൻ്റെ കവിത ആസ്വദിക്കാൻ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കഴിയും, പക്ഷെ അതിനെ വിമർശനാത്മകമായി കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം വേണം. അപ്പോൾ അതേപോലെ അദ്ദേഹത്തിന് ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പം നമുക്കറിയാം, അദ്ദേഹത്തിന് ആദ്യകാലങ്ങളിൽ സെയ്ദ് മുഹമ്മദ് ആനക്കയം, ഒരു ഒരു അബ്ദുൽ മജീദ് UP ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മുടെ കാപ്പാട് അലി മാഷ്, ഇങ്ങനെ പലരുടെയും സഹായം കൊണ്ടാണ് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറേ കൂടിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ടീം വർക്കുകൾ ഉണ്ടായി വന്നു. അങ്ങനെ പലരുടെയും ഡാറ്റകൾ ഉപയോഗിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം വിമർശിക്കാവുന്നതാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത, മുസ്ലിങ്ങൾ ചെയ്യാത്ത, അറിയാത്ത കാര്യം അങ്ങനെ ഉണ്ടെന്ന് സ്ഥാപിക്കുകയാണ്. ശരിക്കും അയാൾ ജബ്ബാർ മാഷ് വിമർശനം എടുക്കാൻ നോട്ടുക. മുസ്ലിങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ KVM ബന്താവൂര്, ഇപ്പോൾ ഖുർആൻ വിമർശനത്തിന് ഖസസുൽ അംബിയൊക്കെ എടുക്കുന്നത് ഒക്കെയാണ് നോട്ടുക. ഒരുപാട് നല്ല വശങ്ങളും എഴുതിയവരുണ്ടല്ലോ, അത് എടുക്കുന്നില്ല. അപ്പോൾ അത് സതുദ്ദേശമല്ല. ഇസ്ലാമിനെ കുറിച്ച് മോശമായി എഴുതിയ ആളുകളുടെ അയാൾ എടുക്കുന്നുള്ളൂ. അതേ ആയത്ത് പരിശോധിക്കുമ്പോൾ നല്ല രീതിയിൽ എഴുതിയതുകൊണ്ട് അത് ഇവർ കാണുന്നില്ല, എടുക്കുന്നില്ല. അത് കിട്ടാത്തതുകൊണ്ടല്ല, അത് പറഞ്ഞുകൂടാന്ന് എഴുതിയിട്ടാണ്. ഞാൻ വിമർശനത്തിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. ഇസ്ലാം വിമർശനത്തെ അംഗീകരിക്കുന്നുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ ഇസ്ലാമിക ലോകത്തുള്ള വിമർശനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾക്ക് ക്രിസ്ത്യാനികൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ. എന്താ കാരണം എന്നറിയോ?
ഓരോ വചനത്തിൽ അക്കാലത്ത് ആരൊക്കെ വിമർശിച്ചു ആ വിമർശനം കൂടി അവർ കൊണ്ടുവരും. ഉം. ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ ഒരു കാര്യം എഴുതുമ്പോൾ അക്കാലത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എല്ലാം ഞാൻ കൊണ്ടുവരും. ആ കൊണ്ടുവരും നമ്മൾ തന്നെ വായിച്ചാൽ തോന്നും പക്ഷേ ഇതൊക്കെ എന്തിനാണ് ഇവരെഴുതുന്നത്. ഉം. വസ്തുനിഷ്ഠമായിരിക്കാനാണ്. ഇങ്ങനെ വിമർശനമുണ്ട്. പക്ഷേ ഇങ്ങനെ വിമർശനങ്ങൾക്ക് ഇന്നെ കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തിന് ഇന്നതാണ് കാരണം. ഉം. ഇതാണ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനം. ഇതിന് ഇന്ന കാരണങ്ങളുണ്ട്. ഇന്ന കാരണം കൊണ്ടാണ് ഇത് ശരിയാകുന്നത് ഉം. എന്ന് പറയാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ വായിച്ചപ്പോൾ പിന്നെ ഇസ്ലാമിൽ എല്ലാ മതത്തിലും ആൾ കൂടിയതുപോലെ ഒരു 100 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ വ്യാപനം പല രാജ്യത്തേക്ക് പോയി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നു. പല രാജ്യത്തേക്കും പോയി. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇസ്ലാം എത്തിയപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ വന്നു. സ്വാഭാവികമായും പല മതക്കാർ, പല ഗോത്രക്കാർ, പല 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 ആളുകളും വന്നു. അവരൊക്കെ സ്വഭാവങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ ജാതീയമായി അന്തരം നിലനിൽക്കുന്ന പല ആളുകളുണ്ടായിരുന്നു. ഈറ്റളൊക്കെ ഇസ്ലാമിക്ക് വന്നു കൂട്ടുക. ഈ വിഭാഗങ്ങളൊക്കെ ഇസ്ലാമിക്ക് വന്നാൽ ഇവിടെ കാണിച്ചിരുന്ന ഈ ജാതീയത ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ കാണിക്കാൻ പറ്റൂല. പക്ഷെ അത് ഒറ്റടിക്ക് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ ഒറ്റടിക്ക് മാറൂല. അവിടെ വന്നാലും ഇത് കാണിക്കും. പതുക്കെ നേരാകുള്ളൂ. ആദ്യമേ ഇവിടെ ഒരു ദേശ സ്വഭാവമുള്ള വിഭാഗമുണ്ട്. അത് അവിടെ ആ ഗോത്രീയ സ്വഭാവം അവിടെ വന്നാൽ കാണിക്കാൻ പാടില്ല. പക്ഷെ അത് നമുക്ക് സ്വിച്ചിട്ട പോലെ മാറില്ല. ക്രമേണ ഇത് മാറുള്ളൂ. അന്നേരത്തെ അവരെഴുതിയ പുസ്തകങ്ങൾ, അവരുടെ പ്രഭാഷണങ്ങൾ, ലഘുലേഖകൾ ഇത് മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടാൻ പറ്റില്ല. വിമർശിക്കുമ്പോഴും ഇതിൻ്റെ സാഹചര്യം പഠിക്കേണ്ടതുണ്ട്. വിമർശനത്തിനൊരു രീതിശാസ്ത്രമുണ്ട്. അത് പഠിക്കാതെ ഇപ്പോൾ ഏതോ ഒരാൾ അയാളുടെ മദ്രസ പഠിച്ച ഒരു യുക്തിവാദി അയാൾ മദ്രസ പഠിച്ച കാലത്ത് എന്തോ കഥറുണ്ട്. എനിക്കൊണ്ട് അയാൾ മദ്രസ തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയൊന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ മദ്രസ പഠിക്കുകയും അല്ല, ഇതൊക്കെ കേൾക്കുന്ന ആൾ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കാൻ അവർ പറയുന്നതും നമ്മളിത് പറഞ്ഞുകൊണ്ടെന്ന് ഒലിത് നിർത്താൻ പോണില്ല. കാരണം അവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നടത്തുന്നത്. മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ആസൂത്രിതമായി യുക്തിവാദികൾ ചെയ്യുന്നത് യുക്തിവാദം പ്രചരിപ്പിക്കാനല്ല. ഇന്ന് ഇസ്ലാം മതം ഇല്ലായിരുന്നെങ്കിൽ യുക്തിവാദം തന്നെ ഉണ്ടാവില്ല ഇവർക്കൊന്നും. കാരണം അവർക്ക് യുക്തിവാദം അറിയില്ല. അവർ യുക്തിവാദമല്ല അവർ പ്രചരിപ്പിക്കുന്നത്, ഇസ്ലാം മത വിദ്വേഷമാണ്. ഇസ്ലാം മത വിമർശനമാകാവുന്നതാണ്. ഇസ്ലാമിൽ സുന്നി മുജാഹിദ് എത്ര കാലം സംവാദം നടന്നു. ഇവിടെ കാദിയാനികളും മറ്റും എല്ലാ വിഭാഗമായിട്ട് സംവാദങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ അതല്ല, വിമർശിക്കാവുന്നതാണ്. വിമർശനം ആരോഗ്യപരമായിരിക്കണം. വിമർശനത്തിൻ്റെ രീതിശാസ്ത്രം പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനൊരു സാമൂഹിക ചുറ്റുപാടെന്ന് അത് കാണേണ്ടത്. ഇസ്ലാമിനെ മരുഭൂമിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ സാഹചര്യത്തിൽ അങ്ങോട്ട് വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഇസ്ലാമിക് ലിറ്ററേച്ചറിൽ പരമാവധി വസ്തുനിഷ്ഠാവാനാണ് അവർ ശ്രമിക്കുക. അതുപോലെ തന്നെ പരമാവധി ഡാറ്റ ഗ്യാദർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഈ ലൊയീഫായ ഹദീസുകളുടെ സമാഹാരങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ ആ സമയത്തുള്ള ഡാറ്റ സമാഹരിക്കാൻ, ചരിത്രത്തിന് വേണ്ടി. അതുപോലെ തന്നെ അത് തന്നെ ശരിയോ തെറ്റോ എന്നുള്ള സനതടക്കം അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ലൊയീഫോ സ്വഹീഹോ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ, അത് നിങ്ങൾ ഏറ്റെടുത്തോളണം എന്ന രൂപത്തിലാണ് വിമർശിക്കുന്നത്. അതെ, ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരാള് ഭാര്യയെ തല്ലുന്നതിന് അയാളുടെ പ്രസംഗം തന്നെയാണ്, ഇസ്ലാമിൽ ഭാര്യയെ തല്ലാൻ പറഞ്ഞു എന്നിട്ട്. അപ്പോൾ ഞാൻ ഒന്നാമത് എന്താ വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ, എല്ലാവർക്കും ഭാര്യമാരില്ലേ. മുസ്ലിങ്ങൾ ഭാര്യമാരെ തല്ലുന്നത് ഖുർആൻ പറഞ്ഞിട്ട്, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ജഡ്ജിക്ക് ഖുർആനിൽ ഒരു ആയത്തുണ്ടായിരുന്നു തല്ലല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആയത്തോ തല്ലുകയെന്ന് വിട്ടുക. മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യണത് ഒന്ന് നോക്ക്. അപ്പോൾ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു കാലം എല്ലാ സ്വാധീനത്തിലുണ്ട്. മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളിലേക്ക് മാത്രം വരിക. ഇപ്പം ഒരു സ്ത്രീ എന്ന നിലക്ക് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇസ്ലാമിക്കൊണ്ട് വന്നാൽ ഏതെങ്കിലും മുസ്ലിയാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഖുർആൻ പഠിച്ച ഒരാൾ, പഠിക്കാത്ത കാനേഷ്കുമാരി വിടുക, ഭാര്യമാരെ തല്ലിയും ചരിത്രം നിങ്ങൾ സെൻസ് പേനയും കള്ളാസ് കൊടുത്തിട്ട് വീട് വിടാൻ ഇറങ്ങട്ടെ എന്ന് എത്ര ആളുണ്ടാവും? എണ്ണാവുന്നവരെ പോലും കിട്ടൂല അവർക്ക്. കാരണം ഏറ്റവും കുടുംബ കോടതികൾ ധാരാളമുണ്ട് ഇവിടെ, കേസ് കെട്ടിക്കിടക്കുന്ന ധാരാളമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ഈ സാഹചര്യത്തിൽ വ്യക്തികൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ഖുർആനൊന്നും സ്വാധീനിച്ചിട്ട് ഭാര്യയെ തല്ലിയിട്ടുണ്ടാവും. കാരണം ഭാര്യയെ തല്ലാൻ കഴിയില്ല നമുക്ക്. ഇപ്പം ഇവർ തന്നെ മുഹമ്മദ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായ ഒരാളാണ്. മുഹമ്മദ് നബി ഏതെങ്കിലും ഭാര്യയെ തല്ലിയത് അല്ലെങ്കിൽ സ്വഹാബത്ത് തല്ലിയത് കാണിക്കാൻ കഴിയില്ല. അത് ഖുർആനിലൊരു പെണ്ണ് ഭർത്താവിന് വരെ ജിദാല് അതാണ് മുജാദല എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വന്ന് പരാതിപ്പെടുകയാണ് നബിനോട്, എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ആളാണ്, എനിക്കത് വേണ്ടാന്ന്.
ആ പേരിലൊരു സൂറത്ത് തന്നെ അധ്യായം തന്നെ അധ്യായം തന്നെ ഇറങ്ങാൻ. അപ്പോൾ ഇസ്ലാം മാത്രമല്ല, അടിക്കണം എന്ന് പറഞ്ഞ ആ വചനം ഉണ്ടല്ലോ, നമ്മളതിനെ വ്യാഖ്യാനിക്കണമൊന്നുമില്ല. അവിടെ മേലെയും തായും പറഞ്ഞിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ എന്ത് ചെയ്യണം. ഒരു കുടുംബ സംവിധാനത്തെ കുറിച്ചിട്ട് ഇസ്ലാം പറഞ്ഞും പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും എന്തായിരിക്കണം, ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പിണക്കമുണ്ടായാൽ എന്ത് ചെയ്യണം, ഭാര്യയുടെ ഭർത്താവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യത്തിൽ പരസ്പരം നിങ്ങൾ അവിടെ വിട്ടുവീഴ്ച ചെയ്യണം, ഉപദേശിക്കണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് ഭാര്യമാരോട് അവിടെ തല്ല എന്നുള്ള പ്രയോഗം തന്നെ ആ വാക്ക് അവിടെ ഉണ്ട്, ലറബാന്ന്. പക്ഷേ ഈ ലറബ എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. നമുക്ക് ഇവരുടെ അർത്ഥം വെച്ചാൽ തല്ല എന്നുള്ള വെക്കുക. ആ തല്ല എന്നുള്ള പറഞ്ഞ ആളുകൾ പറഞ്ഞതേ, നമ്മൾ ഈ പല്ലേക്കണ മിസ്വാക്ക് ഉണ്ടല്ലോ, നമ്മൾ ബ്രഷ് കൊണ്ട് തല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു അടി അടിക്കണ മാതിരിയാണത്. അതിന് തന്നെ അയാളെ പറയണം, ഒരു കല വരാൻ പാടില്ല, ശരീരത്തിൽ കല വരാൻ പാടില്ല, ഒരു സംഗതിയും വരാൻ പാടില്ല, അങ്ങനെ ശാരീരികമല്ല ഉദ്ദേശിക്കുക അല്ലാന്ന് പറഞ്ഞു. ഇതൊക്കെ അവിടെ പറഞ്ഞവർ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിന് എന്തേലും കാര്യങ്ങൾ വെച്ചിട്ട് എന്നിട്ട് അവിടെ തല്ലി ഇവിടെ തല്ലി എന്നൊക്കെ കഥ ഉണ്ടാക്കുകയാണ്. ശരി, ഇങ്ങനെ പറയുന്നവരുടെ കുടുംബജീവിതം എങ്ങനെയാണ്, അതുമാണല്ലോ മനസ്സിലാക്കുക. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഇസ്ലാമിലെ കുടുംബജീവിതം, അവരുടെ കുടുംബജീവിതം എങ്ങനെയാണ്, ഞങ്ങളത് പെർഫെക്റ്റ് ആണ് അല്ലാതെ. അപ്പോൾ ഇതൊക്കെ എല്ലാ മേഖലയും ഇങ്ങനെ തന്നെ, യുദ്ധമായാലും ഇസ്ലാമിലെ ജിഹാദായാലും അവർ വിമർശിക്കുന്ന അധിക കാര്യങ്ങളിലും വസ്തുനിഷ്ഠമായ തെളിവ് വെച്ചിട്ടല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയണമെന്നാണ് അധികവും ഈ ഏതെങ്കിലും അറബി പണ്ഡിതന്മാരുടെ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണത്തിൻ്റെ അവിടെ ഇവിടെ കട്ട് ചെയ്ത് അതാണ് അവരുടെ ആയുധം. അല്ലാതെ ഖുർആനിൽ നിന്ന് നേരിട്ട് പഠിക്കുകയോ ഹദീസിൽ നിന്ന് പഠിക്കുകയോ അല്ല. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതാണ് തെളിവ്. അത് ഇസ്ലാം മൊത്തം മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഇതിൽ താങ്കളും ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇതേപോലെ വിമർശിച്ച് നടന്ന ആളാണ്. അതെ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു, താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു? ഇപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇതൊരു സാമൂഹ്യ വിഷയമാണ്, അതിസങ്കീർണമായൊരു വിഷയമാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ വിമർശിച്ച് നടന്നപ്പോൾ ആ സമയത്ത് ഒരു ഗുണകാംക്ഷയായിരുന്നോ, അതല്ല മുസ്ലിങ്ങളോട് വെറുപ്പായിരുന്നോ, എന്തായിരുന്നു മനസ്സിൽ? മുസ്ലിങ്ങളോട് എനിക്ക് വെച്ചാൽ ഗുണകാംക്ഷ, നമുക്ക് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തിൽ അധികം ആളുകളും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഞാൻ പയച്ചു പോയ ഒരാൾ നിലക്കാണല്ലോ എന്നോട് പെരുമാറുന്നു. ഞാൻ അവരോടും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിമർശനങ്ങൾ കടുകട്ടിയായിരുന്നു. ഞാൻ പറയുന്ന ആത്മാർത്ഥം തന്നെയാണെങ്കിലും പക്ഷെ ഒരു സൂക്ഷ്മമായ പഠനം അതിൻ്റെ പിന്നിലുണ്ടായില്ല എന്നുള്ളത് പിന്നെയാണ് എനിക്ക് തെളിഞ്ഞു വരുന്നത്. ഞാൻ അന്ന് വിമർശിച്ചിട്ടുണ്ട്, ധാരാളം വിമർശിച്ചിട്ടുണ്ട്, സംവാദത്തിന് പോയിട്ടുണ്ട്, പല ആക്ഷേപവും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് എന്നെ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പിന്നീട് ഉണ്ടാവുകയാണ്. നീ ആ പറഞ്ഞത് ഇന്ന സംഗതി പറഞ്ഞു, അതിൻ്റെ വസ്തുത എന്താ? ഞാൻ ഇപ്പോൾ ISS ഇസ്ലാമാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത് യൂട്യൂബിലുണ്ട്. ഞാൻ പിന്നീട് ഇത് പഠിക്കുന്നത്, ഈ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ആരാണ്, യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ്, ഈ IS അവരുടെ ചരിത്രം എവിടുന്ന് തുടങ്ങുന്നു, അധികം ഇങ്ങനെ നമ്മൾ കൈത്തറക്കുന്ന ചിത്രം, ഈ ചിത്രം ആര് നിർമ്മിച്ചതാണ്, ആരതിൻ്റെ പിന്നിൽ, അങ്ങനെ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച ആ രംഗം മുതലാണ് ISSൻ്റെ ഒക്കെ സജീവമായി വരുന്നത്. ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നും നമ്മൾ ഇന്നലെ വരെ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നുന്നത്. ഒന്ന്, എൻ്റെ തെറ്റിദ്ധാരണ. രണ്ട്, NRCയുടെ നിയമം വരുന്നുണ്ടല്ലോ, അതുമുതലാണ് ഞാൻ പൊതുപരിപാടികളൊക്കെ നിർത്തിവെക്കുന്നത്. നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മുസ്ലിങ്ങളും പ്രതിക്കൂട്ടിലാണ് നിർത്തുന്നത്. എല്ലാ മുസ്ലിങ്ങളും ഇപ്പോൾ അയ്യൂബ് വിമർശിച്ചുകൊണ്ട് കിടന്നാലും ഞാൻ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, എൻ്റെ പേര് കൊണ്ട് മാത്രമേ ഞാൻ മുസ്ലിം ഉള്ളൂ. പക്ഷേ ഈ NRC നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നവരുടെ കയ്യിൽ ഞാനും മുസ്ലിമാണ്, എൻ്റെ പേര് മുസ്ലിമാണ്. അവരൊരു ഞാൻ പള്ളിയിൽ പോകണ്ടോ നിസ്കരിക്കണ്ടോ നോക്കിയിട്ടല്ല, എൻ്റെ റേഷൻ കാർഡിൽ എൻ്റെ ID കാർഡിൽ എന്താ പേര് നോക്കിയിട്ടാണ് എനിക്കെതിരെ നിയമം എടുക്കുന്നത്. ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ടൊരു കുഴി കുത്തുകയായിരുന്നു ഇത്രയും ദിവസം. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ ജബ്ബാർ മാഷോടൊക്കെ അന്ന് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ, ഈ കുഴിയൊക്കെ നിങ്ങൾ തന്നെ ഒരുക്കിക്കോളൂ, പക്ഷേ നമുക്ക് ഒരുമിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരേ റൂം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പേരുണ്ടായാൽ മതി ഇവരെ സംബന്ധിച്ചിടത്തോളം. പേര് ഇപ്പം മമ്മൂട്ടി നോക്കൂ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനാണ്. അയാൾ ഫുൾ ജീവിതം തന്നെ നടനാണ്. അയാളുടെ പേര് മാത്രമാണ്. അയാൾ ഇന്നേ വരെ അയാൾ അഭിനയിച്ച എല്ലാ സിനിമ എടുത്തും പരിശോധിച്ച് നോക്കൂ, അയാൾ അധികവും ഹിന്ദു കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അധികവും മുസ്ലിം കഥാപാത്രം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അധികവും. അയാൾ തീർത്തും ഒരു മതേതരവാദിയാണ്. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബായ സമയത്ത് അയാളുടെ വിശ്വാസം അനുസരിച്ച് അമ്പലവിളക്ക് കൊളുത്താൻ അയാൾ മടിച്ചപ്പോൾ ഇയാൾ തന്നെ ചോദ്യം ചെയ്ത ആളാണ് ഇദ്ദേഹം.
അത്രയും അയാൾ മതേതരവാദിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ഭീഷണിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കേവലം കളിയാക്ക് മാത്രമല്ല, വളരെ പരിഹാസത്തോടു കൂടിയാണ് ആൾക്കാർ കാണുന്നത്. ദുൽഖർ അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ആക്ഷേപമാണ്. അപ്പോൾ മുസ്ലിം പേര് മതി. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പിന്നെ ഇതിൻ്റെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജബ്ബാറു മാഷ് മറ്റു പലരുടെയും അവരുടെ ചരിത്രം കൂടി പരിശോധിച്ചാൽ എന്തായിരിക്കും അവരെ ഇതിലേക്കുള്ള ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. ഒന്നൊരിക്കൽ ഇപ്പോൾ ഒരു യുക്തിവാദിക്ക് അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ തെറ്റിപ്പോയിട്ടാണുള്ളത്, പിണക്കത്തിലാണുള്ളത്. അപ്പോൾ ആ ദേഷ്യം, ഭാര്യനോടും കുട്ടികളുള്ള ദേഷ്യമാണ് ഈ സമൂഹത്തോട് മൊത്തത്തിൽ തീർക്കുന്നത്. മദ്രസയിൽ അതാ പഠിപ്പിക്കുന്നത്. ഇയാൾ മദ്രസയിൽ പഠിച്ച ആളാണ്, അത് അയാളെ കുട്ടികൾ മദ്രസയിലുണ്ട്. പക്ഷെ കുട്ടികളോടും പെണ്ണുങ്ങളോടുള്ള ദേഷ്യമാണ് അയാൾ ആ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുടുംബ വഴക്ക് ഇങ്ങോട്ട് മതത്തേക്കും മൊത്തം വെച്ച് കെട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണിത് സത്യത്തിൽ. അതല്ലാതെ ഇത് സൂക്ഷ്മമായ പഠനങ്ങളും ഇതൊന്നും അല്ലതിന്. ഇതിൽ നിങ്ങൾ വിമർശിക്കുന്ന കാലത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, മുഹമ്മദ് നബിയെ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിപരമായി ഇന്ന വിഷയങ്ങളിലൊക്കെ കുറേ വിമർശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഒരു പ്രവാചകനായി അംഗീകരിക്കാത്തൊരു സമയമാണ്. ആ സമയത്ത് മുഹമ്മദ് നബി എന്നൊരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു വ്യക്തിയെ ഒരു ക്രൂരനായ ഒരു വ്യക്തിയായിട്ടാണോ അല്ലെങ്കിൽ മോശക്കാരനായിട്ടാണോ? എന്തായിരുന്നു മനസ്സിലുള്ളൊരു ചിത്രം? മുഹമ്മദ് നബിയെ ഞാൻ ഇസ്ലാം വിമർശന രംഗത്ത് കുറേ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി ഒരു ക്രൂരനായിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തിരുന്ന് വെച്ചാൽ, മുഹമ്മദ് നബിയെ ഞാൻ പ്രവാചകനായിട്ട് അന്നൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ മുഹമ്മദ് നബി ഒരു മിടുക്കനായ ഒരു നേതാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റികളിലോ അറബിക് കോളേജുകളിലോ ഒന്നും പോയി പഠിച്ച ഒരാളോ ഒന്നുമല്ല, സാധാരണ ഒരു കച്ചവടക്കാരൻ, അത് തന്നെ വലിയ സമ്പന്നനല്ലാത്ത ഒരാളുമാണ്. അങ്ങനത്തെ ഒരാൾ ഇത്രയും ആളുകളെ സ്വാധീനിക്കാവുന്നൊരു ഘടകം, അയാൾ ആശയങ്ങളെ സ്വാധീനിച്ചു. അവിടെയുള്ള ആളുകൾ തന്നെ അടിമയായാലും ഉടമയായാലും സ്വതന്ത്രനായാലും എല്ലാവരും അയാൾ പറയുന്നത് കേൾക്കാൻ, ചെവി കൊടുക്കാൻ തയ്യാറായി. അത്ര അയാളുടെ ഗോത്രത്തിലുള്ളവർ പോലും തയ്യാറായല്ലോ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാളെ വാക്ക് കേൾക്കണ്ടെന്ന് പറയാൻ കുറേശ്ശികൾ തയ്യാറായത് അയാളെ ആകർഷിക്കുന്നതുകൊണ്ടാണ്. ലോകത്തൊക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സന്ദർഭം. അയാളുടെ പല തന്ത്രങ്ങളും, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം ഞാൻ അന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു, ഇസ്ലാമിൽ ഈ വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ബ്രഷ് ചെയ്യണം, കുളിക്കണം, അങ്ങനെ കുറേ. ഇതിപ്പോൾ എന്തിനാപ്പം ഇങ്ങനെ പറയേണ്ട കാര്യം? എല്ലാവരും നിത്യേന ചെയ്യുന്ന കാര്യമല്ലേ എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെ നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഈ ബതുക്കളായ അറബികൾ, ബതുക്കൾ എന്നുള്ള നമ്മളെ കാട്ടിൽ താമസിക്കുന്നവർ, അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ അവർ ആഴ്ചയിൽ കുളിക്കാത്ത ആൾക്കാരാണ്. അവരോട് പറയേണ്ട അനിവാര്യമാണ്. അത് തന്നെ തന്ത്രത്തിലാണ് പറയുന്നത്. ഇപ്പോൾ കാട്ടറബിയെ സംബന്ധിച്ച് അത്ര സംസ്കാരമല്ലേ ഉള്ളൂ. സംസ്കാരം ഇല്ലാത്ത ഒരാളെ സംസ്കാരം വളരെ മാന്യമായി പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് ഖുർആൻ്റെ ഒരു ആയത്തെ എനിക്ക് വളരെ ഒരു ആകർഷണം തോന്നിയത്, അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ ദക്കറല്ലാഹ കസീറ. ഞാൻ പോയി തെറ്റുമോ എനിക്കറിയില്ല. ഏതായാലും അത് പറയുന്നത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് മാതൃകയാണെങ്കിൽ എൻ്റെ സ്വഭാവം, എൻ്റെ സംസ്കരണം, എൻ്റെ എല്ലാം നിങ്ങൾക്ക്. അപ്പോൾ നബി അനാഥനായി പിറന്ന നബി അനാഥരുടെ സംരക്ഷകനാവാണ്. ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച നബി ദരിദ്രരുടെ തോഴനാവാണ്. കുടുംബത്തിൽ ഇയാൾ 25 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, 40 വയസ്സിലാണ് നബി ആവുന്നത്. കുടുംബത്തിൽ ഒരു പിതാവ്, ഒരു മാതാവ്, ഒരു ഭർത്താവ്, ഒരു പേരക്കുട്ടിയുടെ വലിയാപ്പ, ഇങ്ങനെ എല്ലാ രംഗത്തും ഒരു മാതൃകയാണ്. പേരക്കുട്ടി നിസ്കരിക്കുമ്പോൾ തോള് കയറിയിരിക്കുകയാണ്, ഇമാമാണ് അദ്ദേഹം. അദ്ദേഹം കുട്ടികളെ ഇറങ്ങോളം കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ പതുക്കെ പിടിച്ചിർത്തുന്നു. കുട്ടി പള്ളിയിലുള്ള ബൈത്തുൽ മരുന്നൊരു കാരക്കച്ചുള്ള വായിലിടുമ്പോൾ അതെടുത്തിട്ട്, മോനെ ഇത് നമ്മുടെ മുതലല്ല, ബാപ്പാൻ്റെ കുട്ടിക്ക് ബാപ്പ അവിടുന്ന് തരാം കേട്ടോ എന്നാ പറയുന്നത്. 2-3 ഭാര്യമാർക്ക് സ്വഭാവം, ഒരു ഭാര്യക്കടിയിൽ തന്നെ നമുക്ക് പിണക്കുണ്ടാവും, നമുക്ക് അറിയാണ്ട് ദേഷ്യവും വരും. 2 ഭാര്യമാർ തമ്മിൽ നബിക്കൊരാൾ, ഒരു ഭാര്യ പായസം വെച്ചിട്ട് അന്നത്തെ പായസം എന്ന് പറയാം, അത് കൊണ്ടേ കൊടുത്തപ്പോൾ വേറൊരു പെണ്ണ് വന്നിട്ട് ഇത് തലയിൽ കൂടെ ഒഴിക്കുകയാണ്. മറ്റേ പെണ്ണിൻ്റെ നബി പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് ആ നിലത്തുള്ള പൊട്ടിയ പാത്രമൊക്കെ എടുത്ത് വൃത്തിയാക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുകയാണ്. ഇങ്ങനെ കുടുംബത്തിൽ നമുക്ക് പോലും ഒരു ഭാര്യ ഉള്ളിടത്ത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ട് പരിഹരിക്കാൻ കഴിയാത്ത സംഗതിയാണ് കുടുംബ പ്രശ്നം.
അങ്ങനെ കുടുംബത്തിൽ ഇനി രാഷ്ട്രീയ രംഗത്തിൽ അവിടുത്തെ ഭരണാധിപനാണ്, അവിടുത്തെ ഖതീബാണ്, ഇമാമാണ്, മുഫ്തിയാണ്, എല്ലാവരോടും ഒരുപോലെ വളരെ മാന്യമായിട്ട് ഇടപെടുന്നു. യുദ്ധരംഗത്ത് മനുഷ്യന് ഏറ്റവും ചിതറിപ്പോണ മനസ്സുള്ളത് അവിടെയാണ്. ഒരു സേനാനായകനും പടനായകനുമായി എല്ലാ രംഗത്തും മാതൃക കാണിച്ചു. നബിയെ നമുക്ക് ആ മാതൃക മനസ്സിലാക്കണമെങ്കിൽ നബിയുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹുവിനെ ഒരു യുദ്ധത്തിൽ ഒരു അടിമ കടിച്ച് കൊന്നു കളഞ്ഞിട്ട് കരൾ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരു വിഷമമുണ്ട് പറയാൻ. ആ രംഗം ചെയ്തിട്ട് പിന്നെ അവർ ഇസ്ലാമിക്ക് വരുന്നുണ്ട്. ഈ ഹിന്ദു വഷി ഇവരൊക്കെ അവരോട് മാന്യമായി പെരുമാറുന്ന ഒരു രംഗമുണ്ട് അതിൻ്റെ അടുത്ത്. ഇങ്ങനെ ഇതൊന്നും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരാൾ വേട്ടയാടിയിട്ട് ഇതുപോലെ വന്നു. ഈ വേറെ മാനിനെയാണ് കൊണ്ടുവന്നത്. മുഹമ്മദ് നബി കണ്ണിന്ന് വെള്ളം നിറഞ്ഞുപോയി അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നത് എന്താ അറിയാം, ഈ കുട്ടികളുടെ ഈ ഉമ്മയാണിത്, ഇറ്റക്കായിട്ടൊക്കെ മുല കൊടുക്കണ്ടേ, നീ കൊണ്ടുവെക്ക്, അതിന് വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സ്വഹാബിയെ ഇങ്ങനെയാണ് ആളുകൾ സംസ്കരിച്ചത്. ഇത് ഇസ്ലാമിനങ്ങനെ വ്യാപിച്ചപ്പോൾ പല പാർട്ടിയിലുള്ളവരും പല മതക്കാരും പല ആളുകളും വന്നപ്പോൾ അവരുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൽ. ഇപ്പോഴും ശരിയാണ്. ഇപ്പോൾ മധ്യ യൂറോപ്പ് അറിയുന്നതിനും യൂറോപ്പ് ക്രിസ്ത്യൻ യൂറോപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഇസ്ലാമിൽ ക്രിസ്തീയ ഉള്ളിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുണ്ട്, അവർക്കിടെ പല പ്രശ്നങ്ങളുണ്ട്. അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഇസ്ലാമിൻ്റെ ഉള്ളിലും അവർ ആവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് അത് ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടിയപ്പോൾ ഭരണാധിപർ ഇടപെട്ടിട്ടുണ്ട്. ഇസ്ലാമിലുള്ള ചില സംസ്കാരങ്ങൾ ആളുകളെ ഇസ്ലാമിന് തന്നെ ക്ഷീണം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സംസ്കാരം ഇസ്ലാമിൽ ഒരു വിരുന്നുകാരനെ സൽക്കരിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ ഒരു ഫക്കീറായിട്ട് വരും, അങ്ങനെ പാവമായിട്ട് ഒരാൾ വന്നിട്ട് അപ്പം 3 ദിവസം ഇവനെ സ്വീകരിക്കണമല്ലോ, ഭക്ഷണം കൊടുക്കണം. പക്ഷെ അയാൾ പിന്നീട് ചതിച്ചു പോവാണ്. ഇസ്ലാമിക ഭരണം തന്നെ തകിടം മറിയുന്നുണ്ട്. എന്തിനേറെ കുരിശ യുദ്ധം നടക്കുന്ന സമയത്ത് സ്വലാഹുദ്ദീൻ അയ്യൂബി എതിർകക്ഷിയാണ്. മുസ്ലിങ്ങളുടെ ആദ്യ കുരിശുദ്ധത്തിൽ ബൈത്തുൽ മുഖദ്ദസിന് തണ്ടങ്കാല് വരെ ചോര ഒഴുകിയെന്നാണ് പറയുന്നത്. ആ ഇങ്ങോട്ട് മുസ്ലിങ്ങൾ അപ്പുറത്തുള്ള ആളുകൾ പരാജയപ്പെടുന്നു കണ്ടപ്പോൾ യുദ്ധം നിർത്തിവെക്കുന്നു. അയാൾ അവിടുത്തെ സേനാനായകനെ സൂക്കേട് വരുമ്പോൾ ഇവിടുന്ന് ഡോക്ടറെ അയക്കുന്നു. ഇന്നും സലാഹുദ്ദീൻ അയ്യൂബിനെ കുറിച്ചിട്ട് ഓറിയന്റൽ സ്കൂളും കുറ്റം പറയാൻ കഴിയുന്നില്ല. അപ്പം മുഹമ്മദ് നബിയെ അയാൾ പ്രവാചകനല്ല എന്ന് കൂട്ടുക, അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണെന്ന് ആരും നിഷേധിക്കുന്നില്ല. ഇസ്ലാമിക വിമർശകർ വിമർശിക്കുമ്പോൾ ഇതൊക്കെ അപ്പോ എങ്ങനെയാണ് ആ ഒരു മുഹമ്മദ് നബിയെ പ്രവാചകനായിട്ട് ഞാൻ കാണാതെ അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാനമാർഗങ്ങളെക്കുറിച്ച് അത് അദ്ദേഹത്തിന് തോന്നിയതാണ്, അത് വഹിയൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ വഹീനൊക്കെ ചോദ്യം ചെയ്തത്. ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞ സംവാദത്തിൽ ഞാൻ പറയുന്നത് ഇത് വഹി എന്ന് പറഞ്ഞ സംഗതി ഒരാൾക്ക് മാത്രം വരുന്നത് വഹിയായിരുന്നില്ല, നമുക്ക് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കണ്ടെത്താൻ പറ്റും ജ്ഞാനം. അതായത് ആ രീതിയിലാണ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നതും പറയുന്നതൊക്കെ. അതന്ന് എൻ്റെ ഒരു ബോധ്യമായിരുന്നു. പിന്നെ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ മുഹമ്മദ് നബിയെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ വഹി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ഫുൾ പിക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചിത്രങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ വിമർശകരെ നോക്കുമ്പോൾ അവരെന്തോ മുഹമ്മദ് നബിയോ നേരിട്ട് വന്നിട്ട് എന്തോ ചെയ്തോന്ന് തോന്നിപ്പോവും. വെറുപ്പും വിദ്വേഷമാണ് മുഹമ്മദ് നബിയോട് ഉള്ളത്. ഇപ്പോൾ പല പദപ്രയോഗങ്ങൾ പോലും നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രൂപത്തിലാണ് നിരന്തരമായി നബിയെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് പോലും. മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് ഇസ്ലാമിക നമ്മൾ മദ്രസകളിൽ തന്നെ മുഹമ്മദ് നബീനെ ഇങ്ങനെ നമ്മൾ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി എവിടെ ജനിച്ചു? മക്കത്ത് ജനിച്ചു. മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന. ഇങ്ങനെ നബിയുടെ പാപ്പമാരുടെ പേര് 20 നബി ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം വംശത്തിലാണ് ജനിച്ചത്. ഖുറൈശി ഗോത്രം 12 ശാഖകളാണ്, അതിലൊന്നാണ്. ഇങ്ങനെ പഠിക്കുകയല്ലാതെ നബി പ്രബോധനം ചെയ്ത മാർഗങ്ങളെക്കുറിച്ച്, നബിയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് അങ്ങനെ പഠനം മുസ്ലിം ലോകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ മദ്രസകളിലൊക്കെ പരിമിതികളുണ്ടല്ലോ, അത് പഠിപ്പിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇന്ന് ഇവരും പഠിക്കുന്നില്ല. ഇസ്ലാം മതം വിമർശിക്കുമ്പോൾ മുഹമ്മദ് നബി ആരാന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ഞാൻ ആരെ വിമർശിക്കുമ്പോഴും മുഹമ്മദ് നബി എന്നല്ല, നമ്മൾ ആരെ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മൊത്തം നമ്മൾ എടുത്തു വരും. ഇപ്പോൾ നമ്മൾ നെഹ്റുവിനെ വിമർശിക്കാൻ നോട്ടാ, നെഹ്റു ജയിലിൽ പോയിട്ടുണ്ട്. നെഹ്റു എന്തിനേറെ ഗാന്ധി മരിച്ചപ്പോൾ അദ്ദേഹം ആദ്യം അനൗൺസ്മെന്റ് തന്നെ എന്താണെന്നറിയോ? മുസ്ലിങ്ങളല്ല കൊന്നത് ടോന്നാ. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ പറയേണ്ട ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തുള്ള പ്രശ്നമുള്ള സമയമാണ്. അതുകൊണ്ട് പറയാണ് മുസ്ലിങ്ങൾ പ്രത്യേക വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് മാത്രം ഒരാൾ എടുത്തിട്ടാൽ അന്നേ അയാൾ ഒരു മുസ്ലിം വിരോധിയാണെന്നൊക്കെയാണ് ഈ പറയാം. ഒരു കൊലപാതകം നടന്നപ്പോൾ മുസ്ലിം അല്ല എന്തിനാ പറഞ്ഞു?
അതിപ്പോൾ ഒരാൾ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അയാൾ പറഞ്ഞ വാക്കുകൾ, ആ സന്ദർഭം ഏതാണ്, അത് പരിശോധിക്കേണ്ടതുണ്ട്. അയാളുടെ അയാൾ വളർന്ന സാഹചര്യം ഉണ്ടാവും, അയാൾക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവും, പല പ്രശ്നമുണ്ടാവും. ഇതിനെ എല്ലാം വസ്തുനിഷ്ഠമായി വേണം വിലയിരുത്തിയിട്ട് ഒരാളെ പറ്റി പഠിച്ച് അതിൽ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക ഇപ്പം നബിയുടെ വിവാഹം പരിശോധിക്കുന്ന ഒരാൾ നബി ധാരാളം വിവാഹം കഴിച്ചത് പറയുകയാണ്. ഇതിലെന്തോന്ന് വെച്ചാൽ ഇപ്പം ഇവരെന്നെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ മിശ്ര വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മിശ്ര വിവാഹത്തെ പറയുന്ന ആളുകൾ ഇസ്ലാമിക്കോട്ട് വരുമ്പോൾ ഈ നബിൻ്റെ വിവാഹം വരുമ്പോൾ മറന്നും പോവാണ്. നബി ജൂത ക്രൈസ്തവ വിഭാഗം വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അബി സുഫിയാൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ്. അന്ന് അബി സുഫിയാൻ്റെ മകളെ നബി വിവാഹം കഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ വിവാഹം? അതോടുകൂടി രണ്ട് കുടുംബങ്ങൾ ഒന്നാകാണ്. അതോടുകൂടി എന്ത് ആദർശ വൈരുണ്ടെങ്കിലും അതിവിടെ എൻ്റെ അമ്മോശനല്ലേ അപ്പുറത്ത് എന്ന് ഞാൻ ചിന്തിക്കൂലേ, ഇപ്പുറത്തുള്ളത് പിന്നെ മുആവിയൻ്റെ അളിയനല്ലേ എന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ മരുവനാണെന്നുള്ള ചിന്ത പരസ്പരം ഇത് നമ്മൾ കാണുകയാണ്. ഇത് നബിയുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് നമ്മളിത് വകവെച്ചു കൊടുക്കൂല, അങ്ങോട്ട് ആക്ഷേപിക്കാനാണ് ഒരുങ്ങുന്നത്. അപ്പം നബി ഇവരുടെ വിവാഹങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒന്നും ആക്ഷേപിക്കാനില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും വിമർശിച്ചുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴെങ്കിലും ഇവർ ഈ ജീവിതത്തിലൂടെ എല്ലാം കടന്നു പോകുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ എല്ലാ മുഹമ്മദ് നബിയുടെ എല്ലാ ഫേസിലൂടെയൊക്കെ ഇവർ കടന്നു പോകുന്നുണ്ടാവൂലേ? എന്നിട്ടും എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചോ ഒന്നും അവർ ആലോചിക്കുന്നത് ഞാനും ആലോചിച്ചിട്ടില്ല. ഒക്കെ പറയുന്ന കാലത്തും ഞാനിതൊന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പം ഞാൻ IS ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ പലതും ഖുർആനൊക്കെ പലതും ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ ആക്ഷേപിക്കുമ്പോൾ പോലും അന്ന് ഞാൻ സത്യത്തിൽ ഞാൻ കുറച്ചൊക്കെ ഖുർആൻ വായിച്ച ഒരാളാണ്. എന്നിട്ടും ഞാനിത് വിമർശിക്കുമ്പോൾ എൻ്റെ ഈ മനസ്സിൽ ഈ ചിന്ത വരുന്നില്ല, ഞാൻ ആർക്ക് വേണ്ടി എന്താണ് ഞാൻ ഈ പറയുന്നത്. ഒരു മുൻധാരണയുടെ പ്രശ്നം അതിലുണ്ടാകുകയാണ്. നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആയിരിക്കില്ല, അത് വന്നു ചേരുന്നുണ്ട്. ആ ഒരു ലെൻസിലൂടെ മാത്രം അത്ര കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. അത് നമ്മുടെ ശീലങ്ങളായി മാറുകയാണത്. പിന്നെ നമ്മുടെ ഉറച്ച വിശ്വാസമായി മാറും. നമ്മൾ കുറേ കാര്യം ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച് വരുമ്പോൾ ആ ശീലം കുറേയൊക്കെ നമ്മൾ വിശ്വാസമായിട്ട് ഉറച്ചു പോകും. ഉറച്ച ഒരു വിശ്വാസത്തെ, ആ ബോധ്യത്തെ മാറ്റി തീർക്കാൻ കഴിയില്ല. ആ മുൻധാരണയെ മാറ്റി നമ്മളൊരു വളരെ ക്ലിയറായി നിന്ന് വേണം പിന്നെ കാണാൻ. അത് കുറച്ച് പണിയാണ്. നിങ്ങൾക്ക് ഏതൊരു ഫേസിലായിരിക്കും അങ്ങനെ ഒരു വെച്ചാൽ ഒരുപാട് എന്നുവെച്ചാൽ വിമർശനം എന്ന് മാത്രമല്ല, അത്രയും ആഴത്തിലിറങ്ങിയ വിമർശനങ്ങളാണ് താങ്കളുടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരമായി പറഞ്ഞതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഒരു എനിക്കുണ്ടായ മാറ്റം ഞാൻ പറഞ്ഞാൽ, ഞാൻ നല്ല രൂക്ഷ വിമർശകൻ തന്നെയായിരുന്നു. വെച്ചാൽ ഞാൻ ഇവിടെ പല വേദികളിലും, യുക്തിവാദ വേദികളല്ലാത്ത പല വേദികളിലും ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിക്കുമ്പോഴൊക്കെ എനിക്ക് ഇസ്ലാമിനോട് എന്തോന്നില്ലാത്തൊരു ഇതുണ്ട്. എനിക്കൊരു വിമർശനം, ഒരു വെറുപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മതം വിട്ടവർക്കൊക്കെ ആ ഒരു വെറുപ്പ് ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, വെറുപ്പുണ്ടാകുന്നുണ്ട്. ആ വെറുപ്പ് ശക്തമായി ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നെ പല സുഹൃത്തുക്കൾ, ഇത് പല ഘടകങ്ങളാണല്ലോ, പല സുഹൃത്തുക്കൾ, ഇപ്പോൾ ഒരു റൺസൺ എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുണ്ട്. അയാളൊരു നിഷ്പക്ഷ വായനക്കാരനാണ്. അദ്ദേഹമാണ് എന്നെ ഈ മലബാർ കലാപമൊക്കെ വീണ്ടും ചിന്തിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ധാരണ തെറ്റാണ്. ആ വായിച്ച പുസ്തകത്തിനപ്പുറം അയാളെന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത എങ്ങനെയാണ്. അപ്പം അന്നത്തെ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ ഒരു സംവാദം നടക്കുകയാണ്. അപ്പോൾ അതൊരു മുസ്ലിം വർഗീയ കലാപമായി ഞാൻ ചിത്രീകരിക്കുകയാണെന്ന് ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ആ സുഹൃത്തിനോട് ചോദിച്ചു, അന്നത്തെ പോലീസ് ആരാണ്? 2021 മാപ്പിള ലഹള കിടക്കുന്ന സമയത്ത് അന്ന് കേസ് ചാർജ് ചെയ്യുന്നതും രേഖകൾ ശേഖരിക്കുന്നതൊക്കെ ആരാണ്? ആ രേഖ വെച്ചിട്ടല്ലേ നിങ്ങളിപ്പോൾ അത് അവതരിപ്പിക്കുന്നത്? ആ രേഖ ആരാണ്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പോലീസാണ്. ഇവരന്ന് മുസ്ലിങ്ങൾക്ക് അനുകൂലം എഴുതുവോ അതോ പ്രതികൂലമായിട്ട് എഴുതുവോ? ഇപ്പോൾ ഗുജറാത്ത് കലാപം നടന്നു, അവിടെ എല്ലാം നടന്നിട്ടും അവസാനം സാക്ഷികൾ ആരാണ്ടായത്? എങ്ങനെ FIR എഴുതിയത്? അപ്പോൾ അതിനനുസരിച്ചല്ലേ കോടതി വിധിക്കുള്ളൂ. നീ ഈ ഗുജറാത്ത് കലാപത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് 1921 കൂടി ഈ ചരിത്രം കൂടി വായിക്ക്. എന്നിട്ട് ഇന്നാളെ ചരിത്രം, ഒരു യൂറോപ്യൻ എഴുതിയ ചരിത്രം മലയാളികളത് മാറ്റി നിർത്ത്. അയാൾ വിശ്വാസിയൊന്നും അല്ലല്ലോ, അത് വായിച്ചൂടെ? അപ്പം നോക്കൂ, നമ്മളൊരു ചെറിയൊരു സ്പാർക്ക് വരികയാണല്ലോ. ഇങ്ങനെ പല ഘട്ടം എനിക്ക് വരികയാണ്. പല സുഹൃത്തുക്കളിൽ നിന്നും എന്നെ തന്നെ പുനരാവിഷ്കരിക്കുവാൻ കുറച്ച ബോധ്യങ്ങളൊന്ന് നമ്മൾ അപ്പോഴാണ് നമ്മളെ ഈ ശീലമായി പോയത്. നമുക്ക് ശീലം ബോധ്യമാണെങ്കിൽ എൻ്റെ വീട്ടിലേക്കൊരു വിരുന്നേരും വരുന്നുണ്ട്. അതുവരെ ഞാൻ കുളിക്കാൻ ഉപയോഗിച്ചപ്പോൾ ഈ കരിമ്പനടിച്ച തോർത്തും
ഒക്കെ തന്നെ കാര്യം തലവർത്താൻ ഉപയോഗിക്കുക. പക്ഷെ വേറൊരു വിരുന്നുകാരൻ്റെ വീട്ടിൽ വരുമ്പോൾ അത് ഞാൻ കൊടുക്കൂല. കാരണം അതുവരെ എൻ്റെ ശീലമാണ് ആ തോർത്തുമുണ്ടേ. അത് നമുക്കങ്ങനെ തിരുത്താൻ, നമുക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ഈ ഇസ്ലാമത വിമർശകരൊക്കെ നമ്മൾ ചെന്ന് കാണുക വേണ്ടത്. കണ്ടിട്ട് അവരെ ഏത് നിമിഷമായിരിക്കില്ല അവരെ ചിന്തിക്കാൻ. ഇതിന് ഹിദായത്തും അത് തരേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ അതിലൊരു പണിയെടുക്കേണ്ടതുണ്ട്. അവരെ നേരിട്ട് ചെന്ന് അവരെ ഈ സന്ദേശം പറയേണ്ടതുണ്ട്. കാരണം അവരെ കൊണ്ടുണ്ടാക്കുന്ന ഷെറ് ഒരു കുറേ ആൾക്കാർ നിസ്കരിക്കാതെയും നോമ്പോക്കാതെയും നടക്കുന്നത് അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഒരു മതവിമർശനം അയാളെ കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഇസ്ലാമിനെതിരെ. ആ തെറ്റിദ്ധാരണ മുസ്ലിം ഇപ്പം തന്നെ ഒരു യുപിന്നൊരു ഇപ്പോൾ നമ്മളെ സുനിത ദേവദാസിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടു. ചെറിയൊരു 18-20 വയസ്സോ കുട്ടിയോ അവൻ്റെ ആഗ്രഹം പറയണമെന്ന് അറിയാം, എനിക്ക് മുസ്ലിങ്ങളെ കൊല്ലണം എന്നാണ്. ഇങ്ങനെ കുറേ ആളുകൾക്ക് ആ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയായ മുസ്ലിം വീട്ടുകാരോട് മുസ്ലിമിനോട് വെറുപ്പ് വരികയാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നിച്ച് കളിച്ചിരുന്നിടത്ത് ഒന്നിച്ച് കല്യാണ വീട്ടിൽ നാളെ കല്യാണം ഇന്നത്തെ കപ്പ ബിരിയാണി ഒന്നിച്ചുണ്ടാക്കിയ ആളുകൾ, ഒന്നിച്ചിടപെട്ടവർ, പെരുന്നാളായാലും ആഘോഷ ദിനങ്ങളിൽ പരസ്പരം സഹകരിച്ചവർ എല്ലാം ഒന്നിച്ച് നിന്നവരാണ്. ഇന്ന് നമുക്കിടയിൽ എന്തോ ഒരു മതിൽ വന്നിട്ടുണ്ട്. ഇതിന് കാരണം എൻ്റെ പ്രസംഗമാണെങ്കിൽ അത് വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അത് എന്നെപ്പോലത്തെ ആളുകളെ തിരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. പോയിട്ട് അവരെ ബോധ്യപ്പെടുത്തേണ്ട വെച്ചാൽ ഇസ്ലാമിനെ പറ്റി വിമർശനം പറയാവുന്നതാണ്. പക്ഷെ ആ വിമർശനത്തിൻ്റെ സ്രോതസ് എന്താണ്? ഇപ്പോൾ ജബ്ബാർ മാഷൻ്റെ തന്നെ പട്ടിയിറച്ചി തിന്നുന്നതിനെ പറ്റിയിട്ട് മൂപ്പര് പ്രസംഗിച്ചു. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ പട്ടിയിറച്ചിയെ കുറിച്ചിട്ട് തിന്നാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയോ പട്ടിയിറച്ചി തിന്നുകയോ ചെയ്തോ. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നു, മാലിക്കി മദ്ഹബിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ ആരോ മൂപ്പരെ ഏതോ വിശ്വാസി ചോദ്യം ചെയ്തപ്പോൾ പിന്നെ നമ്മൾക്ക് യുക്തിവാദികളെ ഞങ്ങൾക്ക് എന്താ പണി? അദ്ദേഹം പറഞ്ഞതിന് തെളിവുണ്ടാക്കണമല്ലോ. അപ്പം നമ്മൾ യുക്തിവാദം എന്തായിത്തീരുന്നു? ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നടക്കുകയാണ്, അവർ മോശക്കാരാണ്, അവർ അങ്ങനത്തെവരാന്ന് പറയാം. പിന്നെ തെളിവ് അന്വേഷിച്ചിട്ട് പിന്നെ പോകണം. നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? തെളിവന്വേഷിച്ചിട്ട് തെളിവിൻ്റെ പിന്നാമ്പുറമാണ് ഒരു വിഷയത്തേക്ക് എത്തേണ്ടത്. പക്ഷെ യുക്തിവാദികൾ ചെയ്യുന്നത് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തിയേക്കാണ്. ഈയിടക്ക് ഞങ്ങളെ യൂട്യൂബിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് വിമർശന ഇതിൽ ഒരു ഹദീസ് ഉണ്ടായല്ലോ, ബിന്തു ജൂനിയ സംഭവം. അപ്പോൾ ഇവർ ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടില്ല, അത് ആദ്യം തന്നെ പറഞ്ഞു പോയല്ലോ. പിന്നെ നമ്മളത് കല്യാണം കഴിച്ചു എന്നുള്ളതിന്റെ തെളിവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ പിന്നെ ഈ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിനെ സാധൂകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത്. അത് വേറെ മുത്തുക കല്യാണം ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, പിന്നെ കല്യാണം കഴിച്ചതിന് മഹർ കൊടുത്തത് കുറഞ്ഞു പോയി, ഇങ്ങനെ അതുപോലെ തന്നെ പെണ്ണിന് താല്പര്യമില്ലാതായാലും ഇത് കല്യാണമാവും. ഇങ്ങനെ ആദ്യം തന്നെ ഒരു വിമർശനം പറയാം, പിന്നെ അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഓരോ കാര്യം പറയാ ചെയ്യുന്നത്. അത് ഒരു നിലപാടായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ എന്തൊരു കാര്യം ആദ്യം അങ്ങ് പറഞ്ഞേക്കും. ഇപ്പൊ തന്നെ ഈ കാരുണ്യ പ്രവർത്തനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഇപ്പോൾ അവരുടെ എന്തൊരു കാര്യമാണെങ്കിലും അതവർ ചെയ്യുന്നത് അത് ഫർളു കിഫായ ആയതുകൊണ്ടാണ്. അതായത് ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ടതുണ്ട്, മുസ്ലിമിൻ്റെ ബാധ്യതയാണത്. അത് അവർ ആത്മാർത്ഥമായി ചെയ്യുകയാണ്. ഇപ്പം ഇന്നലെ ജബ്ബാർ മാഷ ഒരു വീഡിയോ അയാൾ ഇറക്കിയത് എന്താണെന്ന് പറയുക, 4 മിനിറ്റോ 5 മിനിറ്റേ ഉള്ളൂ. അയാളെ വീഡിയോയിൽ പറയുന്നത് അത് സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കാർ കേട്ടാൽ തോന്നും നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യേണ്ടത് ഇതുപോലത്തെ സന്നദ്ധ സംഘടനകളൊന്നും ആവശ്യമില്ല, സർക്കാർ തന്നെ ചെയ്യണം. അവിടെയുള്ള സഹായ ഫണ്ട് കൊടുക്കേണ്ടത് സർക്കാർക്ക് തന്നെയാണ്. കേട്ടാ നല്ല കാര്യമാണല്ലോ. മറ്റുള്ളവർക്കൊക്കെ തോന്നുമ്പോൾ എന്നെ സഹായിച്ചത് എനിക്കും തോന്നും, ഇന്ന സംഘടനയെ സഹായിച്ചു തോന്നും, ആ സംഘടനയോടൊരു വിധേയത്വം തോന്നും, ആളുകളോടൊരു ഇത് തോന്നും. ഇത് കേട്ടാൽ ഇങ്ങനെ തോന്നും. പക്ഷെ മാഷ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നല്ല. ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഒന്ന് ചരിത്രത്തിൽ തന്നെ പോയാൽ, ഇവിടെ കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടായി, ആരാ സഹായിച്ചത്? സർക്കാർ എപ്പോഴാണ് വന്നത്? ആ നാട്ടുകാരാണ് അവിടെ ആദ്യം എത്തി സഹായിച്ചത്. എയർപോർട്ട് ദുരന്തം, എയർപോർട്ടിൽ കരിപ്പൂർ എയർപോർട്ട് നിങ്ങൾ ഇവിടെ സുനാമി ഉണ്ടായി, പ്രളയമുണ്ടായി, നാട്ടുകാർ ആത്മാർത്ഥമായിട്ട് സർക്കാരിൻ്റെ സംവിധാനം. ഇപ്പോൾ ഞാനും ജബ്ബാർ മാഷ ഒരു ബൈക്ക് പോവാണ്, ഒരു ആക്സിഡൻ്റ് ആയി, ഒരാൾക്ക് പെട്ടെന്ന് വണ്ടി തട്ടി, അതൊക്കെ ഉണ്ടാവാമല്ലോ. സർക്കാരിൻ്റെ ആംബുലൻസ് പോലീസിനെ വിളിച്ച് സർക്കാർ വരട്ടെ എന്ന് പറഞ്ഞ് ഇന്നലെ അയാളുടെ ജീവിതം അപകടമാവില്ലേ? ആ സന്നദ്ധ സംഘടനകളാണ് എപ്പോഴും മുന്നോട്ട്. ഞങ്ങൾ മൈത്രേനുമായി ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ട്, അപ്പോൾ പട്ടിണി കിടക്കുന്ന അയൽവാസിയെ ഒന്ന് സഹായിക്കുക എന്നത് എൻ്റെ ഒരു ബാധ്യതയല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഒരു ഫണ്ടമെന്റലിസം എന്ന് വേണമെങ്കിൽ പറയാം,
അത് സർക്കാരാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാധ്യതയല്ല. ഞാൻ ചോദിച്ചു കുറച്ചും കൂടി, ഞാനൊരു ബസ്സിൽ പോവുകയാണ്, ഭയങ്കര തിരക്കുള്ളൊരു ബസ്സാണ്, ഒരു സ്ത്രീ പ്രയാസപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല, അതൊരു നന്മയല്ലേ ചോദിക്കുമ്പോൾ, അവിടെയൊക്കെ സിസ്റ്റം നന്നാവട്ടെ, നമുക്ക് വ്യക്തിപരമായ ഒരു നന്മ എന്ന് പറയുന്നൊരു കാര്യമില്ല എന്ന ഒരു അതായത് ഇതൊക്കെ യുക്തിക്കപ്പുറമാണ്. Yes. ഇപ്പോൾ ഒരു നടന്ന സംഭവം തന്നെ ഒരാൾ എഴുതിയിട്ടുണ്ട്. ഒരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴേ ഒരു സ്ത്രീ ബസ്സിലങ്ങ് പ്രസവിക്കുന്നു. ഉം. ഒരു സ്ത്രീ അതിൻ്റെ തലയിലുള്ള തല ഒന്നായിട്ട് മാറ്റിയിട്ട് അതിന് മറ പിടിച്ചു കൊടുക്കുകയാണ്. ആ ബസ്സിലെ ആണുങ്ങളും ഉണ്ടല്ലോ അങ്ങനെ മറ പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ അപ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെ ഇയാൾ പെണ്ണ് തല മറക്കണ്ടേ, മറ്റേതാക്കണ്ടേ, മറിച്ച് ഇവിടെ അതിന് വലുതൊരു സംഗതി ഉണ്ട്. അപ്പോൾ ഇതിന് ഇസ്ലാമിലെ ഓരോ കാര്യം ആ സന്ദർഭം എടുക്കാൻ കഴിയില്ല. ആ പോയിന്റിലാണ് അതൊക്കെ കാണേണ്ടത്, അപ്പുറപ്പുറമൊക്കെ നോക്കിയിട്ട്. ഇതുപോലെ ഇസ്ലാമിൽ ഈ ഫർള് കിഫിയ എന്നുള്ള കാര്യം നോക്കിയിട്ട് ലോകത്ത് എത്ര പള്ളികളുണ്ട് ജുമാക്ക്, അവിടെ ഓരോ അങ്ങനെ യാചകനെ സപ്പോർട്ട് ചെയ്യല്ലേ ഞാൻ പറയുന്നത്, ഓരോ പിരിവേരുണ്ടാവും. യുക്തിവാദികൾ പല സമ്മേളനം നടത്തുന്നുണ്ട്, ഏതെങ്കിലും പിരിവേർ അവിടെ വരുമോ? കാരണം അവർക്ക് കൊടുക്കാൻ ബാധ്യതയില്ല. ഇപ്പം ഈ പ്രളയത്തിൽ തന്നെ എന്തിനാണ് ഇതിനൊക്കെ വെറുതെ നമ്മളെ ജീവിതം അപകടം, മേത്ത് ചളിയാവും, കഷ്ടം, ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അവിടെ കണ്ടില്ല നിങ്ങൾ, ചയ്യ ഫുള്ളും ചളിയാണ്, ആരോ ഒരാൾ പൊറാട്ടൻ്റെ കഷ്ണം തൊള്ളിൽ വെച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല, ഭയങ്കര സ്മെല്ല്. എന്തിനാ ജീവിതം ബലി കൊടുക്കണമെന്നല്ലേ ചിന്തിക്കുക, യുക്തി കൊണ്ട് ആലോചിച്ചാൽ. അപ്പം യുക്തിക്കപ്പുറമാണ് കുറേ കാര്യങ്ങൾ. എല്ലാം യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ എല്ലാം എൻ്റെ യുക്തിക്ക് വഴങ്ങുന്നതേ ഞാൻ സ്വീകരിക്കൂ എന്ന് ശാഠ്യം പിടിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ മുസ്ലിങ്ങൾ ചെയ്യുന്നതിനെ മാത്രം കുറ്റം. ഇപ്പോൾ അവിടെ ആരോ നിസ്കരിച്ച്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ അള്ളാഹുവിനോടുള്ളൊരു കടപ്പാടും മനുഷ്യനുള്ള കടപ്പാടും രണ്ടാണ്. അള്ളാഹിനോടുള്ള കടപ്പാടുകൾ വളരെ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതിന് 3 മിനിറ്റ് 4 മിനിറ്റേ വേണ്ടൂ. അതുപോലെ അവിടെ എവിടെയും ചെയ്യും, വൃത്തിയുള്ള ഏത് സ്ഥലത്തും അവർ ചെയ്യും. ഇവിടെ ഇന്ത്യയിലൊക്കെ വിടുക, കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് അത് വകവെച്ച് കൊടുത്തിരുന്നു എല്ലാ കാലത്തും. ഓരോ ഹൈന്ദവനും പറയല്, നിസ്കാര സമയമായ ബാങ്ക് കൊടുത്തിട്ടോ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് നമ്മളൊക്കെ പ്രദേശത്ത് പറയുമായിരുന്നു. ഈ യുക്തിവാദികളെ പോലുള്ള പല ആളുകളും വന്നതിന് ശേഷം മുസ്ലിങ്ങളുടെ ആരാധന കാര്യങ്ങളൊക്കെ ഒരു വർഗീയമായി കാണുകയാണ്. കുറച്ചൊക്കെ മുമ്പ് ഓന് നിസ്കാരം നോമ്പൊക്കെ ബാക്കിയൊന്നും ഇല്ലാന്നാണ് പറയും, നിസ്കാരം അടക്കം കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്നത്, ഒരു ഇസ്ലാം വിമർശകൻ എന്നുള്ള അപ്പുറത്ത് പറഞ്ഞു, ഇസ്ലാം വിമർശനത്തിൻ്റെതായ സാമൂഹ്യപരമായ കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആശയത്തിന് വേണ്ടി പിന്നെ പണിയെടുക്കുമ്പോൾ മറ്റ് ആശയങ്ങളെ വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ നമുക്കൊരു ആശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിലക്ക് നിങ്ങളൊരു യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി ആയിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു യുക്തിവാദി പ്രവർത്തകൻ തന്നെ ആയിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ യഥാർത്ഥ യുക്തിവാദി തന്നെയായിരുന്നു. യുക്തിവാദം എന്ന് പറഞ്ഞാൽ യുക്തിവാദം ഞങ്ങളൊക്കെ എത്തിപ്പെട്ട സന്ദർഭത്തിൽ യുക്തിവാദത്തിൻ്റെ ഒരു ചരിത്രം, യുക്തിവാദം കേരളത്തിന് അനിവാര്യവുമായിരുന്നു. നല്ല ദൗത്യമാണ് യുക്തിവാദത്തിൻ്റെ ദൗത്യമായിരുന്നു. അതായത് ഇവിടുത്തെ ജാതീയത നിർമ്മാർജ്ജനം, സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, ഇങ്ങനെ ഒരുപാട് നല്ല ലക്ഷ്യങ്ങളോടുകൂടി സ്ഥാപിക്കപ്പെട്ട നല്ലൊരു ആശയത്തിൻ്റെ ആളുകളായിരുന്നു അവർ. അത് പിന്നീട് ഈ അടുത്ത തമിഴ്നാട്ടിൽ യുക്തിവാദമുണ്ട്, ഇവിടുത്തെ കേരളത്തെ യുക്തിവാദം പോലെയല്ല. ആന്ധ്രയിൽ യുക്തിവാദമുണ്ട്. ഇപ്പോൾ കൽബുർഗിയൊക്കെ നിങ്ങൾ കേട്ടില്ലേ, പല യുക്തിവാദികൾ പല സ്ഥലത്തുമുണ്ട്. കേരളത്തിലെ യുക്തിവാദികൾ പിന്നീട് ഇവിടുത്തെ ആർക്കോ പിന്നെ അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നു. അത് കൂടുതൽ പ്രകടമാകുന്നത് ഇപ്പോൾ വിശ്വനാഥൻ ഡോക്ടർ, ആ പഴയ യുക്തിവാദ ലൈനിൽ പോണ കുറച്ചൊക്കെ ഒരാളാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അത്ര ആളുകൾ സ്വീകാര്യന്മാരല്ല. ഇവർക്കാണ് സ്വീകാര്യത കൂടുതലെന്ന്. ഇവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഉദ്ദേശമാണ്. ഇസ്ലാമിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശക്ക് ചുറ്റും ഇരുന്നാൽ ജബ്ബാർ മാഷിൻ്റെ ഈ ഇത്രയും ഖുർആൻ ക്ലാസ് ഒരു 2 മിനിറ്റ് തീരാവുന്ന കേസേ ഉള്ളൂ. അദ്ദേഹം തയ്യാറാണ്, ഞാനും തയ്യാറാണ്. ഇപ്പോൾ ഞാനും മുമ്പ് യുക്തിവാദി ആയിരുന്നല്ലോ. ഇപ്പോൾ ജബ്ബാർ മാഷ് മുന്നിൽ ഇരുന്നിട്ട് മാഷങ്ങൾ ആ പറയുന്ന കാര്യം വാളുകൊണ്ട് പ്രചരിപ്പിച്ച് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ വിചാരിച്ചു മൂപ്പർക്ക് എന്തിനാ തിരുത്താൻ പോണ്, മൂപ്പർക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്. കാരണം വെച്ചാൽ ഇസ്ലാം ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നിട്ടുണ്ട്. മാലിക് ദീനാറിൻ്റെ ചരിത്രം മുസ്ലിങ്ങൾ എഴുതിയ ഒന്നല്ല. മാലിക് ദീനാർ കൊടുങ്ങല്ലൂർ വന്നപ്പോൾ മാലിക് ദീനാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ അയാൾ നല്ല സാധനങ്ങൾ തൊയ്യബല്ലേ വിൽക്കാൻ പാടുള്ളൂ. അപ്പം നല്ല സാധനങ്ങൾ അയാളെ കടയിലുണ്ട്. എന്തെങ്കിലും മോശപ്പെട്ട സാധനം ഉണ്ടെങ്കിൽ അതിന് ചെറിയൊരു കുഴപ്പമുണ്ട്, ഇന്നെ കുഴപ്പമുള്ളത്, അതുകൊണ്ട്
നിനക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഇങ്ങനെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ കച്ചവടം തന്നെ മുടങ്ങേണ്ടതാണ്. അയാൾ ഇങ്ങനെ കച്ചവടം ചെയ്തു. പക്ഷെ ആളുകളൊക്കെ നല്ല സാധനം അങ്ങോട്ടായതുകൊണ്ട് കച്ചവടക്കാരാ നാട്ടുകാരൊക്കെ അയാളെടുത്ത് പോയി സാധനം വാങ്ങുന്നു. സാധനം വാങ്ങുമ്പോൾ അപ്പുറത്തുള്ളവർക്കൊന്നും കച്ചവടം കുറയുകയാണ്. ഇദ്ദേഹം ചെയ്യുന്ന പണി എന്താണ്? ഷട്ടർ താത്താണ് ഉച്ചക്ക്. അയാൾ പ്രഖ്യാപിക്കുകയാണ്, ഉച്ച വരെയുള്ളൂ ഇവിടെ കച്ചവടം, നിങ്ങൾ ഞാൻ സാധനം അപ്പുറത്തേക്ക് വാങ്ങി എന്ന് പറയാണ്. ക്രമേണ അയാൾ മുസ്ലിം ആവാണ്. അയാളോട് ഇദ്ദേഹം പോയിട്ട് ഇസ്ലാം മതം പ്രചരിപ്പിച്ചും വാളുണ്ടാക്കിയിട്ടൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, പലരോടും യുദ്ധം ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളോടൊന്നും ഇന്ത്യക്കാർ യുദ്ധം ചെയ്തിട്ടില്ല. ഇസ്ലാമിക ഇന്ത്യൻ ചരിത്രം വായിച്ചാൽ തന്നെ. അപ്പൊ ഇത് വെറുതെ അങ്ങ് പറയാണ്. ഇന്ത്യൻ ചരിത്രം നെഹ്റു എഴുതി വെച്ചിട്ടുണ്ട്. ഇതില് ഈ വിമർശനം എന്നുള്ളതിനപ്പുറത്ത് യുക്തിവാദിയായിരുന്നോ ഞാൻ ചോദിക്കുന്നതിന് കാരണം, യുക്തിവാദത്തിനൊരു സാമൂഹ്യ വീക്ഷണവും ധാർമ്മിക വീക്ഷണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനെ എപ്പോഴെങ്കിലും ഒരു ക്രിട്ടിക്കലി പരിശോധിക്കാൻ തയ്യാർ. ഇപ്പോൾ എന്താണ് തെറ്റ്, എന്താണ് ശരി, അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. അതിന് യുക്തിവാദത്തിൽ കൃത്യമായൊരു ഉത്തരം. യുക്തിവാദത്തിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതേ തെറ്റും ശരിയും ആപേക്ഷികമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. തെറ്റും ശരിയും ആപേക്ഷികമാണ്. അതായത് സത്യം പറയാ, കള്ളം പറയാ എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. അത് പഠിപ്പിക്കാൻ സമൂഹത്തിൻ്റെ പുരോഗതിയിലാണ് അത് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനെ പഠിപ്പിക്കാൻ പ്രവാചകന്മാരോ മതം വരേണ്ടതില്ല എന്ന ബോധ്യത്തിലാണ് ഞാൻ അത് യുക്തിവാദ രംഗത്ത് നിൽക്കുമ്പോൾ മതത്തെ വിമർശിച്ചുകൊണ്ടിരുന്നത്. മതവും ധാർമ്മികം എന്നുള്ള വിഷയമൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ഇതിപ്പോൾ വിലയിരുത്തുമ്പോൾ അന്നത്തെ എൻ്റെ നിലപാട് അതായിരുന്നു. ഇപ്പം നിലനിൽക്കുമ്പോൾ നമ്മുടെ കേവലം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ധാർമ്മികത കൃത്യമളക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും തോന്നുന്നത് ധാർമ്മികമായിട്ട് ചെയ്തേക്കാനും കഴിയില്ല. നമുക്ക് രാജ്യത്തിനൊരു ഇപ്പം നമുക്കതിനിപ്പോൾ ട്രാഫിക് നിയമം എൻ്റെ നിയമത്തിനനുസരിച്ച് നിർമ്മിക്കാൻ കഴിയില്ല. ഒരു പൊതുവായ കോട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇസ്ലാമിന് ഒരു ചില സാഹചര്യങ്ങൾ കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിയമങ്ങൾ. അത് ദൈവദത്തമാണ്. നബിൻ്റെ കാലത്ത് സത്യം പറയാന്നുള്ള കാര്യം ഇന്നും സത്യം പറയൽ തന്നെയാണ്. അന്നത്തെ ധാർമ്മികത ഇന്നും ധാർമ്മികത തന്നെയാണ്. അന്നത്തെ സദാചാരബോധം ഇന്നും സദാചാരബോധമാണ്. അന്നത്തെ ശീലങ്ങൾ ഇന്നും നല്ല ശീലങ്ങളാണ്. പിന്നെ ഇതിൽ മാറ്റം വരുന്നുണ്ട് മതത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചില മാറാൻ അനുവദിക്കുന്ന ചില കാര്യങ്ങൾ മതത്തിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളും കൂടി ബസ്സിൽ പോവുകയാണ്, നിങ്ങളെ മൊബൈലിലേക്ക് ഇപ്പോൾ ഞാൻ നോക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നത് പുസ്തകത്തിലൊന്നും ഉണ്ടാവില്ല. മൊബൈൽ ഉണ്ടായിട്ട് വേണ്ട ഒരു നിയമം. അപ്പോൾ പക്ഷെ പൊതുവായ നിയമം പറഞ്ഞു തന്നിട്ടുണ്ട്, അന്യൻ്റെ സ്വകാര്യത്തിലേക്ക് എത്തിച്ചേരരുത്. ഇപ്പം എനിക്കറിഞ്ഞ ഞാനൊരിക്കൽ കാരശ്ശേരി മാഷ് എനിക്ക് എതിരൊരു വീഡിയോ ഇറക്കി. യുക്തിവാദികളും വിശ്വാസികളും ഒക്കെ എന്നെ കുറ്റപ്പെടുത്തി. കാരണം ഞാൻ യുക്തിവാദിയാണല്ലോ, ഇയാളെ ഒരു അടിക്കാൻ കിട്ടിയ ചാൻസ് നിലക്ക് പലരും വീഡിയോ ഇറക്കി. അന്ന് മുജാഹിദ് ബാലുശ്ശേരി, എനിക്ക് സത്യത്തിൽ അയാൾ വ്യക്തിപരമായി അന്നൊക്കെ എനിക്ക് അയാളോട് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊക്കെ കടുകട്ടിയാണ്. അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കുകയാണ്. ഞാൻ അയാൾ കണ്ടൊരു ഗുണം എന്താ അറിയാം, വേറെ ആരും എന്നോട് അങ്ങനെ ചോദിച്ചില്ല കാര്യമായിട്ട്. ഇയാൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? നിങ്ങളെ പറ്റിയാണല്ലോ വീഡിയോ, നിങ്ങളൊന്നും പ്രതികരിച്ച് കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങളേക്കെന്നത് കിട്ടണം. എനിക്ക് ആ ചോദ്യം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ വലാ തജസ്സസു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ഒരാളെ ചികഞ്ഞന്വേഷിക്കരുത്. 1. 2, അയാൾ നിരപരാധിയായാലും അപരാധിയായാലും വേറൊരാൾ പറഞ്ഞ ഒറ്റടിക്ക് ഒരു നബവ് ഫാസിക്ക് കൊണ്ടുവന്നാലും വിശ്വസിച്ചു എന്ന് പറയുന്നു. ആ തെബീൻ ഇയാൾ അന്വേഷിച്ചത് അത് അയാളൊരു അയാൾക്കും വേണമെങ്കിൽ ഞാനൊന്നും യുക്തിവാദിയാണ്, എന്നെക്കുറിച്ച് യുക്തിവാദിയായ വേറൊരു കാരശ്ശേരി മാഷാണ് വിമർശിച്ചിട്ടുള്ളത്, അയാൾക്കും വേണമെങ്കിൽ കൂടാ. എനിക്ക് അയാളുടെ ആ ലോകം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അയാൾ അന്നത്തിൻ്റെ മാനസികാവസ്ഥ അയാൾ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും കുടുംബമുണ്ട്, ഞാനും റോട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, എൻ്റെ മകളെ കെട്ടിച്ച സ്ഥലം, പിന്നെ അപ്പോൾ ആളുകളൊക്കെ അവിടെ അയ്യോ അത് വേണ്ടില്ലാത്ത പണി ചെയ്തില്ലെന്നല്ല ചോദിക്കുന്നത്. കാരശ്ശേരി മാഷോട് അത് വേണ്ടില്ലായിരുന്നു എന്ന്. ഞാനൊരു മരിച്ച വീട്ടിലോ കല്യാണ വീട്ടിലോ ഒക്കെ ചെന്ന് എനിക്കും ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, അതൊക്കെ ചോർന്നു പോകുന്ന രംഗമാണ്. അത് അയാൾ എന്നോട് തിരിച്ചറിഞ്ഞ അയാൾ ആ ഇടപെട്ടത്. പക്ഷെ അയാളുടെ ആ നിലപാട് എനിക്കിഷ്ടമായി, അയാളുടെ ഒരു സമീപനം. അത് അയാൾ അതിന് പ്രേരിപ്പിക്കുന്നത് ഭൗതികവാദമല്ല, അയാളുടെ മതബോധമാണ് അയാൾ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അയാൾക്ക് കാരണം അന്ന് ഞാൻ മതത്തിൽ നിന്ന് കുറേ വിട്ടു നിൽക്കുന്ന സന്ദർഭമാണ്. പിന്നെ കാരശ്ശേരി മാഷ് തോന്നുന്നു പിന്നീട് തന്നെ എനിക്കുള്ള ചിലരൊക്കെ തിരുത്തിയും തോന്നുന്നുണ്ട്. ഞാനതിന് മറുപടി ഒന്നും പറയാൻ പോയില്ല. എന്നിട്ടും അയാൾ വിമർശിച്ചിട്ടും ഞാൻ അതിനെതിരെ ഒരു വാക്കും പറയാതിരിക്കാൻ കാരണം, അയാൾ മക്കയിലേക്കുള്ള പാത എന്ന് പറഞ്ഞ മുഹമ്മദ് അസദിൻ്റെ പുസ്തകം അദ്ദേഹമാണ് പരിഭാഷപ്പെടുത്തിയത്.
അതിൻ്റെ ആ പരിഭാഷ നല്ലൊരു പരിഭാഷയാണ്. എന്നെ സ്വാധീനിച്ചൊരു പുസ്തകമാണത്. അത് എഴുതിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഞാൻ ഏതായാലും മറുപടി പറയാൻ പോകില്ല. എനിക്ക് അനുഭവിച്ചത് കുറേ മാനസിക പ്രയാസമുണ്ട്. ഞാൻ പറയുമ്പോൾ പിന്നെയും അത് പ്രശ്നമാകുകയാണല്ലോ. സഹിക്കാനും പൊറുക്കാനും നല്ലത് നമ്മളാണ് എന്നൊരു വീണ്ടും വിചാരം വരികയാണ്. ഇങ്ങനെ പല ഘടകങ്ങളും എന്നെ ഇസ്ലാമിലേക്ക് വരാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു വിശ്വാസി ഇങ്ങനെ ചെയ്യൂല. വിശ്വാസി എപ്പോഴും അന്യനോടുള്ള കരുതലാണ് അവന്. ഞാനിപ്പോൾ നമ്മൾ ഈബത്ത് പറയരുത്, നമീമത്ത് പറയരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നാമ്പുറം നിങ്ങളുടെ വേദന ഞാൻ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം, അതുകൊണ്ടാണ് സംവാദവും സംസാരവും ഒക്കെ കൗലൻ ലയ്യൻ എന്നൊക്കെ പറയുന്നത്. അത് യുക്തിവാദിയോട് സംവാദം ചെയ്യുമ്പോൾ ഈ വാക്ക് സ്വീകരിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഫിറഔനിൻ്റെ അടുത്തേക്ക് ദൈവത്തിന് ചെല്ലാൻ പോകുന്ന മൂസാനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ് ലയ്യനായ വാക്ക്. അയാൾ എന്നാൽ ഇസ്ലാമത സ്വീകരിക്കില്ല വേറെ കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം ഇങ്ങനത്തെ ആണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ യുക്തിവാദിയായിരുന്ന സമയത്ത് മതവിശ്വാസികളുടെ അല്ലെങ്കിൽ മതപക്ഷത്തു നിന്നുള്ള അല്ലെങ്കിൽ വിശ്വാസപക്ഷത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാനും വായിക്കാനൊക്കെ ഒരു മനസ്സുണ്ടായിരുന്നു? ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ അധികവും അന്ന് മുസ്ലിം പക്ഷത്തുള്ളവരുടെ ഖുത്ബ കേൾക്കുമായിരുന്നു. മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുമായിരുന്നു. അതിൻ്റെ പിന്നിൽ ഈ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. കാരണം അവരെങ്ങനെയാണ് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പ്രത്യേകിച്ച് സംഘടനാപരമായ ചലനങ്ങൾ ഞാൻ സൂക്ഷ്മമായി പഠിച്ചിരുന്നു. ഇപ്പോൾ മുജാഹിദുകൾക്കിടയിലുള്ള വിള്ളലുകളെക്കുറിച്ചും അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചും അതിൻ്റെ അടിവേരുകൾ എവിടെയാണ് അവസാനിക്കണമെന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് അവിടെ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതൊരു ആഭ്യന്തര പ്രശ്നമാണ് എന്ന് വിചാരിക്കുമ്പോൾ അവർ തന്നെ അത് പുറത്ത് പ്രസിദ്ധീകരിക്കുകയും അങ്ങോട്ടും ഖണ്ഡനങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ പിന്നാലെ കുറേ ദൂരെ പോയി അത് കേട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനത്തോട്ട് വരുമ്പം, ഇപ്പോൾ ഒരുപാട് കാലം മതവിമർശകനായി അത്രയും നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും ആ ഒരു ഫേസിലൂടെ ഒക്കെ പോകുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു സംസാരം കേൾക്കുന്നവരുണ്ടാകും. മതവിമർശനം ഒരിക്കലും ഇസ്ലാം എന്ത് തന്നെ വന്നാലും ഇസ്ലാം ശരിയാവില്ല, ദൈവം ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹല്ല, ആ ഒരു സ്ഥിരം ഒരു ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫേസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളോട് ഇപ്പോൾ ഒരു തിരിച്ചൊരു മുസ്ലിമായ രൂപത്തിൽ എന്താണ് അവരോട് പറയാനുള്ള ഒരു ഗുണാംശം എന്താണ്? അല്ല, ഞാൻ ഈ 2 വഴി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഭൗതിക മണ്ഡലങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇസ്ലാമിക ആ ലോകത്തൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സമാധാനം, ഒരു ധന്യത, അത് നമുക്ക് പണം കൊണ്ട് നേടിയെടുക്കാവുന്ന സംഗതിയല്ല. അല്ലെങ്കിൽ എനിക്ക് പണമാണ് ലക്ഷ്യമായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കുന്ന യൂട്യൂബും ഖുർആൻ ക്ലാസ്സും ഇസ്ലാം വിമർശനമൊക്കെ എനിക്ക് ധാരാളം സാധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അത് നേരായ വഴിയല്ല, അത് തെറ്റുമാണ്, ശരിയല്ല എന്ന് ബോധ്യമുണ്ടാവുകയും എല്ലാവരും ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ചാൽ മതി എന്നാലും അതിലൊരു സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നൊരു സമാധാനം നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. നമ്മൾ എന്തൊരു സംഗതിയും പടച്ചോനെ തവക്കുലാക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ ജീവിതം മുഴുക്കെ അള്ളാഹുൽ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണം, അതിൽ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു തൃപ്തിയുണ്ട് മനസ്സിന് എല്ലാം. അപ്പം നമുക്ക് നമ്മളോട് ശത്രുക്കൾ എന്തൊക്കെ പറഞ്ഞാലും അവരെന്തൊക്കെ കാണിച്ചാലും നമുക്ക് അവരോട് തോന്നുന്ന സ്നേഹം മാത്രമായിരിക്കും. എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മുടെ എതിരാളി ആര് തന്നെയാണെങ്കിലും നമ്മുടെ മോശമായി പെരുമാറിയാൽ അടിക്ക് പകരം അടി, അല്ലെങ്കിൽ വഴക്കിന് പകരം വഴക്ക്, ഷണ്ടക്ക് പകരം ഷണ്ട അല്ല, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന് പറയുന്ന ആ ഒരു സന്ദേശം അത് നമ്മുടെ ജീവിതത്തിൽ പാഠമാകേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ യുക്തിവാദിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലക്ഷ്യമല്ല. അവർക്ക് തിന്മക്ക് പകരം തിന്മ, മറ്റെല്ലാ പ്രത്യയശാസ്ത്രവും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് അടിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും അടിച്ചു, അങ്ങോട്ട് അങ്ങനെയാണ്. അല്ല, ഇങ്ങോട്ട് മോശമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മോശമാകരുത് എന്ന് പറയുന്നൊരു പ്രത്യയശാസ്ത്രം, അതിൻ്റെ ആളുകളാണ് നമ്മൾ. അത് നമ്മളങ്ങനെ സ്വീകരിച്ചു വരുമ്പോൾ നമുക്ക് ആരാനോടുള്ള പക, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ നമ്മളറിയാതെ നമ്മളെ മനസ്സ് അസ്വസ്ഥമാക്കും. അതൊക്കെ പോയി കിട്ടും. എപ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവീക ചിന്ത വരിക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആരാനെക്കുറിച്ച് മോശം വിചാരം ഉണ്ടാവരുത് എന്നതാണ് ആ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സ് ജീവിതം ധന്യമാവും. അപ്പം നമ്മൾ പറയുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അതിനൊരു വലിയ ആഴമുണ്ടാവും. ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹ് പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്, എൻ്റെ അടുത്ത് കുറ്റവും കുറവുകളും പോരായ്മകളൊക്കെ ഉള്ള ആളാണ് ഞാൻ.
ഒന്നുമില്ലാത്തവൻ അവനാണ്. മനുഷ്യൻ ഞാൻ തെറ്റുകുറ്റങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. എൻ്റെ ന്യൂനതയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് എന്നെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണത്. അതാണ് ഈ തസ്ബീഹിൻ്റെ അർത്ഥം. അല്ലെ സബ്ബാഹു സബ്ബി തസ്ബീഹ് എന്നതിൻ്റെ ഭാഷാർത്ഥത്തിലേക്കല്ല ഞാൻ പോണത്. അതിനങ്ങനെ ഒരു ആന്തരിക ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. അപ്പം നമ്മൾ നിസ്കരിക്കും. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പണ്ട് നമ്മൾ ഖുർആനൊക്കെ വായിച്ചിരിക്കണമെങ്കിലും ഇപ്പം നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോഴും നമസ്കരിക്കുമ്പോഴൊക്കെ അറിയാതെ ഒരു ചൈതന്യം, ഇപ്പോൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഞാൻ പറയുമ്പോൾ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ, ശരി തന്നെയാണ്. അതിൻ്റെ അപ്പുറം നമ്മളെ ചിന്തിപ്പിക്കുക, എന്താണ് ആരാധന? ജീവിതത്തിൻ്റെ സകലമാന കാര്യങ്ങളും ആരാധനയിൽപ്പെടും. അപ്പം നമുക്ക് ചരിയ, ഉജുബ്, അതുപോലുള്ള പല സംഗതികളും അള്ളാഹു അല്ലാത്ത ആരോടും ഞാൻ ഇബാദത്തിൻ്റെ ചെറിയ അംശം പോലും കാണിക്കില്ല. അതായത് എല്ലാം നമ്മൾ ഇപ്പം നമുക്ക് ഒരാൾ കണ്ടിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പ്രസംഗിക്കുമ്പോഴായാലും പറയുമ്പോഴായാലും ഒക്കെ നമ്മുടെ അറിയാതെ നമ്മുടെ ഇൽമു പഠിക്കുന്നവർക്കുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ അൽ ഇൽമു കുല്ലുഹു ദുന്യ. അറിവെന്ന് പറയുന്നത് അത് ഇഹലോകത്ത് തീരേണ്ട സംഗതിയാണ്. എന്തറിവ് തഫ്സീറായാലും മതപരമായതൊക്കെ. പക്ഷെ അത് ആഖിറത്തിലേക്ക് എത്തുന്നത് വൽ അമലുബി അൽ ഇൽമു കുല്ലുഹു ദുന്യ വൽ ആഖിറത്തു മിൻഹു അൽ അമലുബി. ആഖിറത്തിലേക്ക് എത്തുന്നത് നമ്മുടെ അമലുകളാണ്. അപ്പോൾ അമൽ നമ്മൾ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്നു. അവിടെ ഈ എല്ലാ ലോകമാന്യങ്ങളും എല്ലാം മാറ്റിവെച്ച് മനസ്സിൽ ഇഖ്ലാസും തഖ്വയും ഖുശൂഉം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇയ്യാക നഅ്ബുദുവിൻ്റെ മാന. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം സഹായം. ആരും നമ്മളെത്ര സഹായിച്ചാലും അത് പൂർണ്ണമാവില്ല. അയാൾക്ക് അള്ളാഹു മനസ്സ് വെക്കണം, ആ സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ ഇതിലൊക്കെ ഒരു ഉള്ളിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ടാവും. അത് നമ്മളിങ്ങനെ തക്ബീർ കേട്ട് ഇയ്യാക നഅ്ബുദു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓടി വരും. അപ്പം അന്ന് നമ്മൾ ഖുർആൻ ഓതിയതും ഇന്ന് നമ്മൾ ഖുർആൻ ഓതുന്നതും തമ്മിൽ അന്തരമുണ്ട്. നിങ്ങൾ അന്നും ഖുർആൻ ഓതിയിരുന്നല്ലോ, ഖുർആൻ വായിച്ചിരുന്നല്ലോ. അതങ്ങനെ ഈമാൻ ഇല്ലാതെ ഖുർആൻ വായിക്കുന്നതും ഈമാനോട് കൂടി ഖുർആൻ വായിക്കുന്നതും വ്യത്യാസമുണ്ട്. അത് നമുക്കത് ഈ മുസ്ലിമായ ഒരാൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് അയാളുടെ അനുഭവം അല്ലല്ലോ അയാൾക്ക്. അയാളിപ്പോൾ ഖുർആനിൽ അവിടെയും ഇവിടെ കട്ട് ചെയ്ത് ഒരായത്തൊക്കെ പേസ്റ്റ് ചെയ്ത് അയാൾക്കത് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ആന്തരിക ഖുർആൻ എന്ന് പറയുന്നത് 1000 മുള്ളറകളുണ്ട് അതിന്. അതിലേക്ക് ഓരോന്നിനും 1000 മുഖങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് ഇത്ര പോകുന്നൊരു ഖുർആനിന് നമ്മൾ ഈ റൂമിൽ കൊള്ളാത്ത തഫ്സീർ ഉണ്ടായത്. 300 തഫ്സീറുകളുണ്ട്, 1000 ജിൽദുള്ള വാല്യങ്ങളുടെ തഫ്സീറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതുണ്ടായത്? അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് ആദ്യം പദത്തെ, ഇപ്പോൾ ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് പറയും പോലല്ല, അതിൻ്റെ ഓരോ പദത്തെയും മുറിച്ച് ആ പദത്തിൻ്റെ നിഷ്പക്ഷി അന്വേഷിക്കും, അതിൻ്റെ തലങ്ങൾ അന്വേഷിക്കും, ആ വാക്ക് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു എന്ന് അന്വേഷിക്കും. എന്നിട്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. അതിന് ഇവർ മാഷ് പറയുന്നത് പോലെ എന്തൊരു എളുപ്പമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം ഖുർആൻ വാങ്ങി തിരുവനന്തപുരം എത്തുന്നത് വരെ 2.5-3 മണിക്കൂർ കൊണ്ട് വായിച്ച് തീരാവുന്ന സംഗതിയാണ്. ആർക്കും എന്തും വിമർശിക്കാവുന്നതാണ്. അതൊരു മതഗ്രന്ഥത്തോട് ചെയ്യുന്നൊരു വഞ്ചനയും കൂടിയാണ്. മതഗ്രന്ഥത്തിൻ്റെ ആളുകൾ വിശദീകരിക്കുന്നതിന് പോലെ അവരിൽ പറയാത്തതും അവർ ചിന്തിക്കാത്തതും അവരാലോചിക്കാത്തതും അവരെ തലയിൽ കെട്ടിവെച്ച് ആക്ഷേപിക്കുക. എന്നാൽ അവരുടെ ഒരു ആലിമിനോട് ചോദിച്ച്, ആ മുസ്ലിം ഒരാളോട് ചോദിച്ച്, അവർക്ക് അതിൻ്റെ വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ടാണുള്ളത് എഴുതുന്നത്. അത് ചോദിച്ച് മനസ്സിലാക്കാതെ അതാർക്കും പറയാം. ഓറിയൻ്റലിസ്റ്റുകൾ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്, ക്രിസ്തി പാതിരിമാർ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ഫാദർ റോഡ്വെല്ലൊക്കെ എഴുതിയിട്ടുണ്ട്. ധാരാളം ആൾ എഴുതിയിട്ടുണ്ട്. അവർ കാണിച്ച മര്യാദ ജബ്ബാർ മാഷ് കാണിച്ചില്ല. അവരുടെ അതിൻ്റെ ആമുഖത്തിൽ 200ഓളം പേജ് ആമുഖം തന്നെ എഴുതിയിട്ടുണ്ട് ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലും മാഷ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ യുക്തിവാദി ഖുർആൻ പരിഭാഷയാണ്. കുറേ ഖുർആൻ പരിഭാഷ ഉണ്ട്. ഒരു ജബ്ബാർ മാഷിൻ്റെ ഒരു ഖുർആൻ പരിഭാഷ വരണം. ഞാനൊരു മതപണ്ഡിതനാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ചെയ്യുന്നൊരു സാഹസമാണത്. അല്ലാതെ അതിൻ്റെ സൂക്ഷ്മത ജബ്ബാർ മാഷിൻ്റെ ഒന്ന് നേരെ ചോദിപ്പോൾ 5-6 ആൾ പോയിരുന്നാൽ ജബ്ബാർ മാഷ് എനിക്ക് തോന്നുന്നില്ല അതിനെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത്. അങ്ങനെയൊക്കെ കഴിയില്ല. ആരോ എഴുതി കൊടുത്ത് പറയുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഇതിൽ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആദ്യം പഠിച്ചത് നമ്മൾ ഉപകാരപ്പെടാവുന്ന അറിവാക്കി മാറ്റാൻ ശ്രമിക്കുക. രണ്ടാമത് അമൽ ചെയ്യുക എന്നുള്ളതാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ, ജബ്ബാർ മാഷ് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇസ്ലാമിക പണ്ഡിതന്മാർ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം
3 കാര്യത്തിന് നിങ്ങൾ അറിവ് പഠിക്കരുത് എന്നാണ്. പഠിപ്പിക്കരുത്, പഠിക്കുകയും ചെയ്യരുത്. ഒന്ന്, വലാ തുമാറു ബിഹി അസ്ഫഹ, വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിവ് സമ്പാദിക്കരുത്. നിങ്ങളൊരു മജ്ലിസിൽ ആളാകാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ച ആളാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അറിവ് പഠിക്കരുത്. നിങ്ങൾ ഈ പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട്, അതെനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അതായത് വിഡ്ഢികളോട് മത്സരം കാണിക്കുവാനും പണ്ഡിതന്മാരോട് വല തുമാറുബി അൽ പണ്ഡിതന്മാരോട് നിങ്ങൾ ആ പണ്ഡിതന്മാരോട് ഓല ഉത്തരം മുട്ടിക്കുക, ഓല ചോദ്യം ചെയ്യുക, ആ രീതിയിലും പഠിക്കരുത് എന്നാണ്. അറിവ് എന്തിനാണ്? റസാനത്തുൽ ഇൽമി മൻ കാനാ തുസഖിലുഹു യംഷി അലാ ഖാളിയാൻ എന്ന് പറഞ്ഞാൽ, ഒരു മരത്തിന് ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ ചില്ലകളൊക്കെ അങ്ങനെ താഴ്ന്നു നിൽക്കും. ചില്ലകൾ, ആ ഫലങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് അത് ഉയർന്നു നിൽക്കും. നമ്മുടെ അറിവ് നമുക്ക് താഴ്മയാണ് സൃഷ്ടിക്കേണ്ടത്. തമിഴിലൊരു ചൊല്ലുണ്ട്, നിറഞ്ഞ കുടം തുളുമ്പാതയ്യാൻ. ഒരു കുടം നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകുമ്പോൾ ഇളകൊന്നുമില്ല. പാതി വെള്ളാന്ന് കിട്ടുക ഒരു കുടത്തിൻ്റെ, അങ്ങ് ടെക് അങ്ങോട്ടുണ്ട് ഇളകി തെറിച്ചു പോകും. അപ്പോൾ പാതി ഉള്ള ഒരറിവായിട്ട് പോകുമ്പോൾ ഞാൻ തന്നെ ആലിമാന്നൊരു തോന്നൽ വരും. അതിന് അറബിൽ പറയാം തആലും എന്നാണ്. അറിവില്ലാത്തത് അറിവുണ്ടെന്ന് നടിക്കലാണ്. മറ്റേ അത് വരാതിരിക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഒരു വലിയൊരു സംഭവോഗ്രഹമായിട്ടുള്ള ഒരുപാട് ഫേസസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ആ ഒരു അനുഭവങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ പ്രേക്ഷകരായ ആളുകൾക്ക് ഒരുപാട് തരത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഈ ഒരു സംസാരം കൊണ്ട് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇതുപോലെയുള്ള സംസാരങ്ങളും എപ്പിസോഡുകളും വഴിയെ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.